അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, കുഞ്ഞുങ്ങൾ, ഈ സഭയോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവമക്കൾ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കൽ പ്രാപിക്കപ്പെട്ട ശ്രേഷ്ഠരായ ദൈവമക്കൾ, നിങ്ങളോട് ഒരുമിച്ച് ഈ ദിവസങ്ങളായിരുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ശുശ്രൂഷയ്ക്ക് ദൈവം നൽകിയ ഒരു പ്രമോഷനായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. 10ാം ക്ലാസ്സിൽ നിന്ന് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് പോയതുപോലെ തോന്നുന്നു. കൃപയാൽ ലഭിച്ച ഈ വിലപ്പെട്ട നിമിഷത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവദാസൻ പറഞ്ഞതുപോലെ ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ബഹുമാനപ്പെട്ട പാസ്റ്ററോടും നിങ്ങളോടും എല്ലാവരോടുമുള്ള സ്നേഹവും വന്ദനവും ഇന്ന് രാത്രി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. 11 വയസ്സും 6 വയസ്സുമുള്ള ഒരു മോനും മോളെയും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. കൃപയാൽ 19ാമത്തെ വയസ്സ് മുതൽ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുവാൻ ദൈവം കൃപ തന്നു. നന്മയല്ലാതെ യേശു ഇതുവരെയും തിന്മ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പകൽക്കാലം വന്ന ഒത്തിരി പേർ ഈ രാത്രി വന്നിട്ടില്ല എന്നെനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കഴിഞ്ഞ പകൽക്കാലം വന്നിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ പലരും ഇന്ന് രാത്രി വന്നതായും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൂതിലേക്ക് കഴിഞ്ഞ പകൽക്കാലം നമ്മൾ ആ ദൂതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ശരിയായ അന്തരീക്ഷത്തിൽ വന്നു ചേരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണം ശുശ്രൂഷിക്കാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. കാരണം ആത്മാവിൻ്റെ വലിയ ഒഴുക്ക് നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ആ പദങ്ങൾ, ആ പ്രയോഗങ്ങൾ, ആ തലങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ഒന്നിറങ്ങി നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ വെച്ച് ശുശ്രൂഷകൾ അവസാനിപ്പിക്കുവാൻ ദൈവാത്മാവിൽ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുകയാണ്. വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വേദഭാഗങ്ങളാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ആ ജന്തുവിനെ പദപ്രയോഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ എടുത്ത എല്ലാ ദൂതുകളും പദങ്ങളാണ്. വേദപുസ്തകത്തിന്റെ ഓരോ പദങ്ങൾ. യേശു നിന്നു, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പദങ്ങൾ. അവർ പെട്ടകമെടുത്ത് ചവിട്ടിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്കു നിന്നു. ഇങ്ങനെയൊക്കെയുള്ള ഓരോ പദങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. ഇന്ന് രാത്രിയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിപ്പാൻ പോകുന്നത്. ഇതൊരു വചന വെളിപ്പാടും വചന വിവേചനവുമാണ്. നമ്മൾ അത് നമ്മുടെ ജീവിതത്തിലോട്ട് പകർത്തിയെടുത്ത് കഴിയുമ്പോഴാണ് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നമ്മിൽ ആരംഭിക്കുവാനായി തുടങ്ങുന്നത്. ആകയാൽ ഇന്ന് രാത്രി ഈ ദൂതിനെ കർത്താവ് നമുക്ക് വാഴ്ത്തി തരേണ്ടതിന് അല്പനിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. യേശുവിന്റെ രക്തത്താൽ ജയം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അല്പനിമിഷം പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ രക്തത്താൽ ജയം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഇത്തപര്യന്തമായി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ശക്തവും വ്യക്തവും ആഴവുമായി ഇടപെട്ടുകൊണ്ടിരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് കഴിഞ്ഞ പകൽക്കാലം ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം ആലയത്തിൽ ദൈവത്തിന്റെ ശഖേന ഇറങ്ങി വന്നതുപോലെ, ശലോമോന്റെ ആലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തവരപ്പുറമായുള്ള ഒരു ദൈവപ്രവൃത്തിയുടെ വ്യാപാരത്താൽ ജീവിതങ്ങളെ യേശു തൊട്ടതിനായി, പരിശുദ്ധാത്മാവ് തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പരാജയത്തിന്റെ ക്രിസ്തീയ ജീവിതമല്ല, ഒരു വിപ്ലവകരമായ വിജയത്തിന്റെ ജീവിതത്തിനായി ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ദൈവാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനത്തിന്റെ വാവിൽ തുറന്നാട്ടെ. ബലഹീനമായ ശരീരത്തെ കർത്താവ് താങ്ങണം. ഒരു മൺകുഴലായി ആത്മാവ് ഇന്ന് രാത്രി ഉപയോഗിക്കണം. പ്രാർത്ഥന കേട്ടവനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലം പറഞ്ഞുവിട്ട പദങ്ങൾ വേഗത്തിൽ ഇന്ന് പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ നടുവിൽ നമ്മൾ കുടഞ്ഞു കളയേണ്ട അനവധി കാര്യങ്ങളുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ, ഒരു കൃപ നമ്മുടെ മേൽ വന്നാൽ അത് കുടയരുത്. ഒരു പുതിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് കുടഞ്ഞു കളയരുത്. ഒരു പുതപ്പ് നമ്മുടെ മേൽ വന്ന് വീണാൽ, ഒരു ദൈവകൃപയുടെ പുതപ്പ് നമ്മുടെ മേൽ വന്ന് വീണാൽ അത് കുടഞ്ഞു കളയരുത്. പ്രാർത്ഥനയുടെ ഒരു ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും കുടഞ്ഞു കളയരുത്. ഒരു പുതിയ അന്യഭാഷ ദൈവം നമ്മുടെ നാവിൽ തന്നാൽ അത് കൂട്ടുന്നതല്ലാതെ കുറയ്ക്കാൻ, അത് കളയാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരരുത്. എത്രയോ പേർ ദൈവകൃപകളെ കുടഞ്ഞു കളഞ്ഞവർ വേദപുസ്തകത്തിൽ പഠിക്കുവാൻ കഴിയുന്നു. 40 പകലും 40 രാവും ആമേൻ സീനായി മലയുടെ മുകളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന മോശ ദൈവത്തിന്റെ വിരൽ കൊണ്ടെഴുതിയ സാക്ഷ്യപ്പലക, കാലഘട്ടത്തിന്റെ മെസ്സേജുമായി ദൂതുമായി ഇറങ്ങി വരുന്ന മോശ ജനത്തിന്റെ അവസ്ഥകൾ കണ്ടിട്ട് കോപിഷ്ഠനായിട്ട് അവൻ ആ ദൈവകൃപയെ, ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ ആ കൽപ്പനയെ സീനായി മലയുടെ അടിവാരത്തിലേക്ക് എറിഞ്ഞ് ഉടച്ചു കളഞ്ഞതായി പഠിക്കുവാൻ കഴിയുന്നു. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒരു ദൈവമൈവന്റെ ജീവിതത്തിൽ ദൈവം വരദാനമായി വാരിക്കോരി ഒരു പ്രതിഫലം ഇച്ഛയില്ലാതെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപയെ ഒരു കാരണവശാലും ജീവിതയാത്രയിൽ യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ കുടഞ്ഞു കളയുവാൻ പാടുള്ളതല്ല. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിനെതിരെ നിൽക്കുന്ന ചിലതിനെ നമ്മൾ കുടഞ്ഞു കളയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ഏത് അട്ടഹസിക്കുന്ന ശക്തിയായാലും അതിനെ കുടഞ്ഞു കളയാൻ നിങ്ങൾ അമാന്തിക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ നാമത്തിൽ അതിനെ കുടഞ്ഞ് എറിഞ്ഞു കളയണം. ശ്രദ്ധിക്കണം, ജീവിതമെന്ന് പറയുന്നത് ജയപരാജയത്തിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ല. ക്രിസ്തീയ ജീവിതം ഒരു വിജയത്തിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം വിടുതലിന്റെ ജീവിതമാണ്. നമ്മുടെ യേശു ഒരിടത്തും പരാജയപ്പെട്ടതായി വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. യേശു ജനിച്ചതുപോലെ ഇതുവരെ ആരും ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തതുപോലെ ഇന്നുവരെ ഈ ലോകത്തിൽ ആരും അങ്ങനെ ഒരു അത്ഭുതങ്ങളോ അടയാളങ്ങളോ ചെയ്തിട്ടില്ല. യേശു അവൻ മരിച്ചതുപോലെ, യേശു കാൽവറിയിൽ പിടഞ്ഞു മരിച്ചതുപോലെ ഇന്നുവരെ ഒരു മനുഷ്യനും മരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ നിലയിൽപ്പെട്ട ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ഇതുപോലെ മരിച്ചിട്ടില്ല. നന്ദിയോടെ സ്തോത്രം. യേശു മരണത്തെയും പാതാളത്തെയും ഉയർത്തെഴുന്നേറ്റതുപോലെ ഇന്നുവരെ ഈ ലോകത്തിൽ ഒരു മഹാന്മാരും എഴുന്നേറ്റിട്ടില്ല. അങ്ങനെയെങ്കിൽ യേശു ജനനത്തിൽ വലിയവൻ. ഒരു ഹല്ലേലൂയ പറയാം. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിൽ യേശു വലിയവൻ തന്നെയായിരുന്നു. യേശുവിനെ പോലെ ഇതുവരെ ഒരു വ്യക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ലോകത്തിന്റെ നെറുകയിൽ ചെയ്തിട്ടില്ല. യേശു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിക്കപ്പെട്ടതുപോലെ മനുഷ്യവർഗത്തിന് വേണ്ടി ആദിയിൽ ഏദനിൽ ആദാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു പച്ച പൈമര കുരിശിൽ മൂന്നാണികളിൽ യേശു മരിച്ചതുപോലെ ഈ ലോകത്തിൽ മനുഷ്യന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഇതുപോലെ പകർക്കപ്പെട്ട ഒരു വ്യക്തി ലോകത്തിൽ ഇതുവരെ ജനിച്ചിട്ടില്ല, ജനിക്കുവാൻ പോകുന്നില്ല. യേശു മരണത്തിലും വലിയവൻ തന്നെയാണ്. നന്ദിയോടെ സ്തോത്രം. യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു എഴുന്നേൽക്കപ്പെട്ടു. നന്ദിയോടെ സ്തോത്രം. ലോകത്തിലെ വീരപുരുഷന്മാർ, ലോകത്തിലെ അതേ കിടുകിട വിറപ്പിക്കപ്പെട്ട ചക്രവർത്തിമാർ, രാജാക്കന്മാർ, അതിഭയങ്കരപ്പെട്ട യുദ്ധവീരന്മാർ, ലോകത്തെ കിടുകിട വിറപ്പിക്കപ്പെട്ട അനേക ശക്തന്മാർ ഇന്നും കുഴിമാടത്തിൽ ഉറങ്ങുമ്പോൾ യേശു ഉയർപ്പിലും വലിയവനായി, യേശുവിന്റെ രക്തത്താൽ ജയം, മാറത്ത് പഞ്ചങ്ങൾ കെട്ടിയവനായി, വെള്ളോടിന് സദൃശമായ കാലുകളോട് കൂടെ, അഗ്നി ജ്വാലക്കത്ത കണ്ണുകളോടുകൂടെ തേജസ്വാരി അണിഞ്ഞവനായി, 7 നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ഭരിക്കപ്പെട്ടവനായ ക്രിസ്തു ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ നടകൊള്ളുന്നതിനായി ദൈവസഭ അഭിമാനം കൊള്ളണം. അനന്യനായ ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ അവൻ വിജയത്തിന്റെ ശക്തി കേന്ദ്രമാണ്. അങ്ങനെയെങ്കിൽ യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനെ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ പരാജയം ഇല്ല, വിജയം തന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ ശക്തിയോടെ വിളിച്ചു പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ നിമിത്തം ഞാൻ സകലത്തിലും മതിയാകുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കപ്പെടുന്നതിനാൽ ഞാൻ എന്റെ ബലഹീനതയിൽ
പ്രശംസിക്കപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ അത്രേ. ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ വെളിപ്പാട് ഞാൻ വളരെ ശരവേഗത്തിൽ ഒരു വെളിപ്പാട് പറയാം. ദൈവത്തിന്റെ ബൈബില് പരാജയപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടിയല്ല യേശു എന്നെ വിളിച്ചിരിക്കുന്നത്, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയാണ്. 16-ാമത്തെ വയസ്സ് മുതൽ ഞാൻ പരാജയപ്പെട്ട ഒരുവനല്ല. ഓരോ പടിയും എന്റെ ജീവിതത്തിൽ വിജയം തന്നെയാണ്. കാരണം എന്റെ അകത്ത് വ്യാപരിക്കുന്നത് ഒരു ചത്തവന്റെ ആത്മാവല്ല, കുഴിമാടപ്പിൽ ഉറങ്ങുന്നവന്റെ ആത്മാവല്ല, മരണത്തെയും പാതാളത്തെയും. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വേദഭാഗത്തിൽ ഇപ്രകാരം വായിക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കിയ യേശു, ആമേൻ, അവന്റെ ആത്മാവ് എന്റെ മേൽ വ്യാപരിക്കുന്നതിനാൽ ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ ജയം തന്നെയാണ്. യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ പറയുവാൻ കഴിയും, ഞാൻ ഒരു ജയാളിയാണ്? നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആ മെസ്സേജിലേക്ക് വരാം. നോക്കിക്കേ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. വളരെ 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 വിചിത്രമായ, വളരെ വളരെ ശക്തമായ, വളരെ ആഴമായ, പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, മറ്റൊരർത്ഥത്തിൽ വളരെ നാളുകളായി പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്നു, ഫാസ്റ്റിംഗ് എടുക്കുന്നു, കൺവെൻഷൻ യോഗങ്ങൾ കൂടുന്നു, ഇഷ്ടം പോലെ വാഗ്ദത്തങ്ങൾ ദൂതുകളും ഇഷ്ടം പോലെ കേൾക്കുന്ന ചില ജീവിതങ്ങൾ. എന്നാൽ എന്തുകൊണ്ടോ ജീവിതത്തിൽ വിടുതലുകൾ ഉണ്ടാകുന്നില്ല, ജീവിതത്തിൽ എനിക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നില്ല. ആ പാസ്റ്ററിന്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, പിറ്റേ മാസം വന്ന പാസ്റ്ററിന്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, ഒത്തിരി പേർ എന്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നോട് പ്രവചിച്ചു. പക്ഷേ ഇന്ന് വരെ ഒരു ആത്യന്തികമായ ആഴമായ വ്യക്തമായ വിടുതൽ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ ബൈബില് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശുവിന് മുമ്പ്, യേശു ക്രിസ്തു കാൽവരിയിൽ മരിക്കുന്നവന് മുമ്പ് പിശാച് ശക്തിയുള്ളവൻ തന്നെയായിരുന്നു. നന്ദിയോടെ സ്തോത്രം. അവൻ ആയുധബലത്തിൽ അവൻ ശക്തിയുള്ളവൻ തന്നെ, ബുദ്ധിമണ്ഡലത്തിൽ അവൻ ശക്തിയുള്ളവൻ തന്നെ. യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് മുമ്പ് വരെ പിശാചിന്റെ കയ്യിൽ ഒരു മനുഷ്യനെ കുട്ടിച്ചൊറാക്കി അവന്റെ കുടുംബത്തെ പകർത്ത് മുട്ടിച്ച് നശിപ്പിച്ച് കളയുവാനുള്ള എല്ലാ വജ്രായുധങ്ങളും പിശാചിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തോടുകൂടി പിശാചിനെയും അവന്റെ സൈന്യത്തെയും അവന്റെ സകല ശക്തിയെയും കാൽവരിയുടെ കൊലമരത്തിൽ വെച്ച് യേശു ചതച്ച് പിശാചിനെ തകർത്ത് യേശുവിന്റെ കാൽക്കീഴിൽ പിശാചിന്റെ സകല ശക്തിയെയും യേശു തകർക്കാനിടയായി തീർന്നു. ആ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കപ്പെടുന്നു എങ്കിൽ ഇന്ന് പകൽ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിങ്ങളുടെ ഏത് പ്രശ്നമായാലും ഏത് വിഷയങ്ങളായാലും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതൽ ഉണ്ട്. ശ്രദ്ധിക്കണം, ഒരു ദൈവദാസന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ തെറ്റില്ല, ഒരു ദൈവദാസന്റെ അടുക്കൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ തെറ്റില്ല. പക്ഷേ എങ്കിൽ അതിന് മാത്രം നിങ്ങൾ ഒതുങ്ങിക്കൂടുന്നത് ദൈവസഭയുടെ സിദ്ധാന്തമല്ല. ദൈവസഭ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവസഭയുടെ വളർച്ചയോടുള്ള ബന്ധത്തിൽ യേശുവിന്റെ നാമത്തിൽ അവൻ അപ്പോസ്തല പ്രവർത്തി 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യേശുവേ ഈ യവനെ സൗഖ്യമാക്കണമേ, യവന്റെ നരയാണി ഉറക്കട്ടെ, യവന്റെ കെട്ടുകൾ പൊട്ടട്ടെ, യവന്റെ പ്രക്ഷാളനം നിൽക്കട്ടെ, യവന്റെ അമ്മയുടെ ഗർഭപാത്രം മുതൽ യവനെ ബന്ധിച്ചതായ ബന്ധനം അഴിയട്ടെ എന്ന് അല്ല പത്രോസും അതേ കൂട്ടരും അവിടെ പറയുന്നത്. അവർ രണ്ടുപേരും കൂടെ പറയുന്നത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് വരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് അവിടെ നടക്കുക എന്ന് പറഞ്ഞാൽ, യേശുവേ ഈ രോഗിയെ സൗഖ്യമാക്കണമേ, യേശുവേ യവനെ വിടുവിക്കണമേ എന്നുള്ള ഒരു യാചനയുടെ മണ്ഡലം അവിടെ ഇല്ല. അങ്ങനെ യാചിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ യേശു വിഭാവന ചെയ്തിരിക്കുന്ന ദൈവസഭയുടെ ആത്യന്തിക വിജയം എന്ന് പറയുന്നത്, കഴിഞ്ഞ പകൽക്കാലം ഞാൻ ചിന്തിച്ചു, നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയെങ്കിൽ, നീ മുഴുവൻ സ്നാനം സ്വീകരിച്ച വ്യക്തിയെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം
നിന്റെ മേൽ വ്യാപരിക്കുന്നുവെങ്കിൽ നീ മനസ്സിലാക്കണം, നീ സാധാരണ ഒരു വ്യക്തിയല്ല. നിന്റെ മേൽ യേശുവിന്റെ ശക്തിയും യേശുവിന്റെ കൃപയുമുണ്ട്. നീ വാത്തുറന്ന് പറയണം, എന്റെ ജീവിതത്തെ തകർത്ത് മുടിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ശക്തിയെയും ആളിക്കത്തുന്ന തീയിലേക്ക് ഇന്ന് രാത്രിയിൽ ഞാൻ അതിനെ കുടഞ്ഞ് എറിഞ്ഞു കളയുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. യേശുവിനോട് കർത്താവേ, ആ സഹോദരിയെ വിടുവിക്കണം, ആ ബദറിനെ വിടുവിക്കണം, ആ സഭയെ വിടുവിക്കണം, ഉണർവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ തെറ്റെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇവിടെ വായിക്കുമ്പോൾ പൗലോസ് ആ ഒരു പ്രാർത്ഥന അവിടെ ചെയ്യുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 3:7 വാക്യത്തിൽ പത്രോസ് യോഹന്നാനും അങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ ചെയ്യുന്നില്ല. കർത്താവേ, യവനെ സൗഖ്യമാക്കണം, യേശുവേ യവനെ വിടുവിക്കേ എന്നവിടെ പ്രാർത്ഥിക്കുന്നില്ല. അവിടെ ചെയ്യുന്നത്, അവനെ കണ്ട മാത്രയിൽ അഭിഷേകം അവിടെ മേൽ വ്യാപരിക്കപ്പെട്ടിട്ട് അവര് പറയുന്നത്, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, നസറനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവന്റെ കൈക്ക് പിടിക്കുന്ന മാത്രയിൽ ഗ്ലോറി, യഹൂദ ഗോത്രത്തിന്റെ സ്വാമശംഖമായിരിക്കുന്ന കർത്താവിന്റെ ശക്തിയുടെ വ്യാപാരം അപ്പോസ്തലന്മാരുടെ കൈകളിലൂടെ ആമേൻ അവന്റെ കൈകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവന്റെ കാലുകൾ ഉറച്ചു, അവന്റെ നരിയാണി ഉറച്ചു, അവൻ നടക്കാൻ തുടങ്ങി, അവൻ കുതിക്കാൻ തുടങ്ങി, അവൻ തുള്ളുവാൻ തുടങ്ങി. ആലയത്തിന്റെ പടിവാതിൽ ഭിക്ഷ തണ്ടിക്കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യവാസി വിടുവൽ പ്രാപിച്ച ഊട്ടനെ അവൻ ആലയത്തിനകത്ത് നൃത്തം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങി. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയുടെ ദൂതിന്റെ ആഴങ്ങൾ ആത്മാവിന്റെ മണ്ഡലത്തിൽ നിങ്ങൾ തിരിച്ചറിയുന്നു എങ്കിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റവും ഇരുളിന്റെ അധികാരത്തിൽ നിമിഷം പോലും നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനും കഴിയുന്നതുള്ളതല്ല. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിക്കണം, നിങ്ങളെ പദപ്രയോഗം ഞാൻ കഴിഞ്ഞ പകൽക്കാരെ ചിന്തിച്ച ഭാഗം ആവർത്തനമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അവിടെ തൊടാതെ മുന്നോട്ട് വരുവാൻ കഴിയുകയില്ല. അപ്പോസ്തല പ്രവൃത്തി 28:5 അവിടെ വായിക്കുന്നു, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ശുശ്രൂഷയെ തകർക്കുവാൻ, അവന്റെ ജീവനെ തകർക്കുവാൻ, അവന്റെ കുടുംബത്തെ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാമായ ദൈവികമായ കാഴ്ചപ്പാടുകളിൽ നിന്നും അവനെ തകർത്ത് തരിപ്പിടമാക്കി മെലീത്ത ദ്വീപിനകത്ത് ശവക്കുടീരത്തിനകത്ത് അവന്റെ ജീവനെ ഒതുക്കിക്കളയുവാൻ മെലീത്ത ദ്വീപിലെ ദേശാധിപതിയാകുന്ന ആമേൻ സ്തോത്രം, അതേ പൈശാചിക ശക്തി നീതി ദേവി പാമ്പിന്റെ രൂപത്തിൽ, ഉഗ്രവിഷമുള്ള പാമ്പിന്റെ രൂപത്തിൽ പൗലോസിന്റെ കയ്യിൽ കടിച്ചു. അപ്പോൾ പൗലോസ്, യേശുവേ ഈ പാമ്പിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണം എന്നോ, അല്ല എങ്കിൽ യേശുവേ ഈ കെട്ട ഒന്ന് അഴിക്കണമെന്നോ, അല്ലെങ്കിൽ ശക്തന്മാരായ ദൂതന്മാരുണ്ടായല്ലോ, അതിൽ ഒരു ദൂതനെ അയച്ച് പോട്ടെ, മിഖായിലിനെങ്കിലും അയച്ച് ഈ പാമ്പിനെ വെട്ടിമാറ്റണമേ എന്നൊരു പ്രാർത്ഥന അവിടെ നടക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നവന്റെ ആശയം. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ കയ്യിൽ കടിച്ച അണലിയെ പൗലോസ് കുടഞ്ഞ തീയിലേക്ക് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ബന്ധനവും കൊണ്ട് നടക്കാൻ ദൈവം നിന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. നിന്റെ ശരീരത്തിൽ ഒരു മുഴയുണ്ടെങ്കിൽ ആ മുഴയുമായി മടക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല. നിന്റെ ജീവിതത്തിൽ ഒരു കടഭാരം 25 കൊല്ലമായി നീ ചുമന്നുകൊണ്ട് മടക്കുന്നു എങ്കിൽ അതിനെയും ചുമന്നുകൊണ്ട് വീണ്ടും 2011 പ്രവേശിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ കുടുംബത്തെ ഏറിയ വർഷങ്ങൾ കൊണ്ട് നശിപ്പിച്ച് തകർത്ത് മുട്ടിച്ച് ജീവിതത്തിന്റെ തലങ്ങളിൽ മുന്നേറുവാൻ കഴിയാതെ നിന്റെ ജീവിതത്തിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഏത് പ്രശ്നത്തെയും ഒരു തൊട്ടുകെട്ടൊരു കുഞ്ഞിനെ ആട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അതിനെ താരാട്ടുപാട്ട് പാടി അവനെ ഉറക്കുന്നത് പോലെ, അവനെ കൊണ്ടുമടക്കുന്നത് പോലെ കൊണ്ടുമടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, യേശു ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ശനിയാഴ്ചയുടെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ, അതെ നിന്റെ വ്യക്തിപരമായിരിക്കുന്ന മണ്ഡലങ്ങളുടെ നടുവിൽ നിന്നെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഉഗ്രവിഷമുള്ള പാമ്പ് പോലെ മന്ത്രവാദം, ആഭിചാരം, പൈശാചിക ശക്തികൾ, പൈശാചിക അതേ ക്ഷുദ്ര ജീവികളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗബന്ധനങ്ങൾ, പൈശാചിക കെടുതികൾ, അതേ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളും ദൂതുകളും ആലോചനകളും നിന്റെ ജീവിതത്തിൽ പൂർണ്ണ തലത്തിൽ എത്തുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ പുറകോട്ട് വലിക്കുന്ന ഈ ഇരുളിന്റെ കുഴിയും വാടങ്ങളെയും അതിന്റെ അധികാരങ്ങളെയും ഈ രാത്രിയിൽ ആളിക്കത്തുന്ന തീയിലേക്ക് യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞു കളയാനുള്ള ഒരു വലിയ അഭിഷേകം കരങ്ങൾ അടിച്ച് സ്തോത്രം ചെയ്ത് അല്പനിമിഷം ആരാധിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ശക്തികൾ, ആ കെട്ടുകൾ ഇന്ന് രാത്രി നിന്നെ വിട്ട് പൊട്ടി മാറണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇവിടെ ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ കട്ടപ്പന
കെട്ടപ്പെട്ടവനായിട്ടല്ല ഇന്ന് രാത്രി നീ ഇവിടെ നിന്ന് പോകേണ്ടത്. ബന്ധിക്കപ്പെട്ടവനായിട്ടല്ല ഇന്ന് രാത്രി നീ ഇവിടെ നിന്ന് പോകേണ്ടത്. കൂട്ടഞ്ഞെറിഞ്ഞ് ഒരു വിടുതൽ ഇന്ന് രാത്രി ഏറ്റെടുക്കപ്പെടണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന ഒരു ദൂത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അവനവന്റെ ബന്ധനങ്ങളെ അവനവൻ കുടഞ്ഞു കളയണം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കൊരു പോരാട്ടമുണ്ടെങ്കിൽ നിങ്ങളതിനെ കുടഞ്ഞു കളയണം. അതിന് ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞു, കുടഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ നിസ്സാരമുള്ള കാര്യമല്ല. 3 തലത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നിരിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടിച്ചു കിടക്കുന്ന പൈശാചിക ശക്തികളും ഈ ലോകത്തിൽ മനുഷ്യനെ വേട്ടയാടുന്ന 100% അവന്റെ പ്രശ്നത്തിന്റെ പിന്നിൽ പൈശാചികന്റെ കരങ്ങൾ തന്നെ. അതിന് യാതൊരു സംശയങ്ങളുമില്ല. അങ്ങനെയെങ്കിൽ ഈ കറുത്ത കരങ്ങൾ, അസ്ഥിയും മാംസമില്ലാത്ത ഈ ഇരുളിന്റെ വ്യാപാരങ്ങളെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ച് എടുത്ത് കളഞ്ഞ് അവൻ വിടുതലിലേക്ക് അവൻ പ്രവേശിക്കണമെങ്കിൽ അവൻ ആരായി തീരണമെന്നാണ് കഴിഞ്ഞ പകൽക്കാലം ചിന്തിച്ചത്. 3 കടമ്പകളിലൂടെ ഒരു മനുഷ്യൻ കടന്നു വരണം. റോമാലേഖനം 10:9. 1 രക്ഷാനുഭവം, 2 മുഴുവൻ സ്നാനം. അപ്പോൾ ക്രിസ്തുവിനെ ധരിക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ യേശു ഹൃദയത്തിനകത്ത് വരുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നു. 3-ാമതായി ചിന്തിച്ചത് എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 14 വേദഭാഗം. പരിശുദ്ധാത്മാവിന്റെ മുദ്ര. 1 യേശുവിനാലുള്ള സ്വീകരണം. യേശുവിനെ സ്വീകരിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 5-17 വാക്യം. പഴയത് മാറുന്നു, മനുഷ്യൻ പുതിയതായി മാറുന്നു. പഴയത് പോകുന്നു, ഒരു പുതിയ മനുഷ്യനായി അവൻ മാറ്റപ്പെടുന്നു. കാരണം 1 യോഹന്നാൻ 4:4 വായിക്കുന്നു, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനത്രേ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ ജന്മന ഉള്ള ഭാവങ്ങളും പൈശാചിക മണ്ഡലങ്ങളാൽ വ്യാപരിക്കുന്നതായ പഴയ മനുഷ്യന്റെ രൂപവും ഭാവവും അതിന്റെ വ്യാപാര കെട്ടുകളും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുകയും പിശാച്, പഴയ മനുഷ്യൻ, പഴയ രൂപം, പഴയ ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് നമ്മളെ വിട്ടു മാറുകയും യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും ചെയ്യുന്നു. ആ വ്യക്തിയാണ് അടുത്ത സ്നാനക്കടവിലൊട്ട് ഇറങ്ങി ക്രിസ്തുവിന്റെ മരണം പുനരുദ്ധാരണത്തോട് ഏകീഭവിക്കുന്ന യേശുവിന്റെ മരണം, അടക്കം, പുനരുദ്ധാരണത്തെ ഏകീഭവിക്കുന്ന സ്നാനത്തോട് ചേർന്ന് ക്രിസ്തുവിനെ അവനെടുത്ത് ധരിക്കപ്പെടുന്നു. ഇതോടുകൂടെ ഭയങ്കര വ്യത്യാസം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. 3-ാമത്തെ ഭാഗമാണ് ലോകത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വരുന്നു. നന്ദിയോടെ സ്തോത്രം. ഈ 3 മണ്ഡലത്തെ അവൻ വന്നു കഴിഞ്ഞാൽ രക്ഷാസ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, ഈ ദൈവകൃപയുടെ മണ്ഡലത്തിന്റെ അടുക്ക് തെറ്റാത്ത ഉപദേശത്തിന്റെ അകത്തളത്തിൽ ഒരുവൻ വന്നു ചേർന്ന ഒരുവന്റെ കയ്യിൽ ഏത് ഉഗ്രവിഷമുള്ള പാമ്പ് കടിച്ചാലും, ഏത് പ്രശ്നം അവന്റെ ജീവിതത്തിൽ വന്നാലും, ഏത് വെല്ലുവിളി അവന്റെ ജീവിതത്തിൽ വന്നാലും അതിനെ കുടഞ്ഞെറിയാനുള്ള അധികാരം വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകിയിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് പൗലോസ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവന്റെ കയ്യിൽ കടിച്ച് ആ അണലിയെ, അഭിഷേകവും ദൈവകൃപയും ദൈവ സാന്നിധ്യവും അനുഭവിച്ച പൗലോസ് അവന്റെ കയ്യിൽ കടിച്ച അണലിയെ അവൻ കുടഞ്ഞു കളയാനിടയായി. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിടുവരില്ല? എന്തുകൊണ്ട് പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിതത്തിൽ വിടുവരില്ല? സംശയങ്ങൾ. കുടയാൻ അവർ തയ്യാറല്ല. പൈസ എത്ര പേർക്കും പ്രവാചകന്മാർക്ക് കൊടുക്കാൻ അവർ തയ്യാറാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാത്രം ആൾക്കാർ പ്രാർത്ഥിക്കാനുണ്ട്, അവർക്കൊക്കെ കാശ് അയച്ച് കൊടുത്ത് പ്രാർത്ഥിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ വേദപുസ്തകം വിഭാവന ചെയ്യുന്ന ക്രിസ്തു കാൽവരി കൊലമരത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതായ ആത്യന്തികമായ ദൈവസഭയുടെ ഉദ്ദേശം, ക്രിസ്തു സഭയ്ക്ക് വരെ വരുന്ന ഏത് അട്ടഹാസത്തെയും അടക്കണം, ഏത് പൈശാചിക മണ്ഡലത്തിലെയും കീറിക്കളയാനുള്ള ദൈവിക അധികാരം ക്രിസ്തു സഭയ്ക്ക് നൽകിയിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒരു ശക്തിക്കും എന്നെ തൊടുവാൻ കഴിയുകയില്ല, ക്രിസ്തുവിന്റെ ശക്തി എന്റെ ശരീരത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ ഒരുവനുണ്ട്, അതുകൊണ്ട് ഞാൻ സകലത്തിലും മതിയായവനാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഇവനോട് ചേർന്ന് പഠിക്കേണ്ട 1-2 ദൂതുകൾ എനിക്കറിയാം. ഒരല്പ സ്പീഡിലാണ് ഞാൻ പോകുന്നത്. അതിന്റെ കാരണം കഴിഞ്ഞ രാത്രി പോലെ സമയം നീട്ടിക്കൊണ്ടു പോകുവാൻ ഇപ്പോൾ കഴിയുന്നതല്ല. എനിക്ക് ഈ ഭാഗം പെട്ടെന്നൊന്ന് പൂർത്തീകരിക്കണമെന്ന് വളരെ ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 33-ാമത്തെ വേദഭാഗം. വിശുദ്ധ ബൈബിൾ ഉള്ളവരെല്ലാവരും ആ ഭാഗം എടുക്കണം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന, പഴയ നിയമത്തിൽ ഭക്തന്മാർ
പിതാക്കന്മാർ വിശുദ്ധന്മാർ ചെയ്തതായ കാര്യങ്ങൾ പുതിയ നിയമസഭ, ക്രിസ്തുവിന്റെ സഭ, യേശുവിനെ ആരാധിക്കുന്ന ദൈവസഭ, വിടുതൽ ഏറ്റെടുക്കുന്ന ഒരു ദൈവ പൈതൽ ഇങ്ങനെ ചെയ്യണം, അവർ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ചെയ്യണം എന്ന് പഴയ നിയമത്തിലെ ശക്തന്മാർ അഭിഷിക്തന്മാർ ചെയ്തതായ വിടുതലിന് അടുക്ക് തെറ്റാത്ത വാക്കുകൾ അടർത്തിയെടുത്ത് എബ്രായ ലേഖനം 11-ാം അധ്യായം 31, 32, 33 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു: അവർ വിശ്വാസത്താൽ അവരെന്തോ ചെയ്തു? വാഗ്ദത്തം പ്രാപിച്ചു. അവർ വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു. എബ്രായ ലേഖനം ഒരാൾ മൈക്കുള്ളവർ പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 33 വേദഭാഗം വായിച്ചേ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. ശ്രദ്ധിക്കുക, നോക്കിക്കേ, അവർ എങ്ങനെയാണ്, നന്ദിയോടെ സ്തോത്രം, എങ്ങനെയാണ് രാജ്യത്തെ അവർ അടക്കിയത്? വിശ്വാസത്താൽ അവർ രാജ്യത്തെ അടക്കി. യേശുവേ, ബാംഗ്ലൂർ പട്ടണം ഞങ്ങളുടെ കയ്യിൽ താ എന്ന് പറഞ്ഞവർ കാത്തിരുന്നില്ല. പ്രൈസ് ഗോഡ്. ഓരോ രാജ്യം, ആമേൻ, എന്ന് വേണ്ട, ദൈവം അവരെ കാണിച്ച സകല രാജ്യങ്ങളെയും നോക്കിക്കൊണ്ട് വാഗ്ദത്തമായി നിങ്ങൾക്ക് ഈ ദേശം വരും. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിനക്ക് ഈ ദേശം വരും, നീ തലപൊക്കി നോക്കുക, നീ കാണുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് തരും, ഇത് വരും, അത് വരും, ഇത് വരും പറഞ്ഞതെല്ലാം അവർ നോക്കിക്കണ്ടുകൊണ്ട് യേശുവേ, ദൈവമേ, കർത്താവേ, താ താ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇരുന്നില്ല. അവരെന്താ ചെയ്തത്? നോക്കിക്കേ, എബ്രായ ലേഖനം 11-ാം അധ്യായം 33 വേദഭാഗം എന്താണ് എഴുതിയിരിക്കുന്നത്? അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി. സ്വത്രം ചെയ്യാമോ? അങ്ങനെയെങ്കിൽ ബാംഗ്ലൂർ പട്ടണത്തിൽ ഉണർവൈക്ക് കർത്താവേ എന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മയോ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കേ, അവർ വിശ്വാസത്താൽ അവരാ ചെയ്യുന്നത്, അവർ ദൈവത്തിലൂടെ ചെയ്യുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചോദിക്കുന്നത്? നീ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ എന്നല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് നീ ഒരു വിശ്വാസിയാണോ? അങ്ങനെയെങ്കിൽ വിശ്വാസം ഒന്ന് പൊളിച്ചാൽ എന്നാ കിട്ടും? യേശുവിനെ കിട്ടും, അല്ലയോ? വിശ്വാസത്തെ പൊളിച്ചാൽ യേശുവിനെ കിട്ടും. ഒരു മൊബൈലിനെ പൊളിച്ചാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിം കാർഡ് കിട്ടും എന്ന് നമ്മൾ പറയുന്നത് പോലെ ഏത് സാധനവും അതിനെ പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരാളെ കണ്ടിട്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ എന്നല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് നീ വിശ്വാസിയാണോ? അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിന്റെ അർത്ഥം നീ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? നന്ദിയോടെ സ്തോത്രം. അങ്ങനെയെങ്കിൽ വിശ്വാസം 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 എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്ന ഓരോ ഭാഗത്തും വിശ്വാസം പൊളിച്ചാൽ അതിനകത്തിരിക്കുന്നത് യേശുവാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ആ വിശ്വാസം എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് നന്ദിയോടെ യേശു എന്ന പദം ചേർത്ത് നമ്മൾ ആ വാക്യം വായിച്ചു നോക്ക്. യേശുവിനാൽ അവർ രാജ്യങ്ങളെ അടക്കി. പ്രൈസ് ഗോഡ് എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ വിശ്വാസത്താൽ. ഏത് വിശ്വാസത്താൽ? യേശു ദൈവം, യഹോവ, അത്ഭുതങ്ങളുടെ ദൈവം, അടയാളങ്ങളുടെ ദൈവം, വീര്യപ്രവൃത്തികളുടെ ദൈവം, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവം, ഏത് ശക്തിയെയും പകർക്കുന്ന ദൈവം, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, ശുദ്രക്കെട്ടുകളെ, ഏത് പൈശാചിക മണ്ഡലങ്ങളെയും പകർക്കുന്ന ദൈവം യേശു. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ആ യേശുവിനാൽ, ആ വിശ്വാസത്താൽ, യേശു എന്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്താൽ രാജ്യങ്ങൾ അടക്കുന്നതിന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം എന്ന ഭാഗത്ത് യേശു എന്ന് നിങ്ങൾ വായിച്ചു നോക്കിക്കേ. എബ്രായ ലേഖനം 11-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കൂ. 1-ാമത്തെ വാക്യം. യേശു എന്നതോ, വിശ്വാസം എന്നതോ, യേശു എന്നതോ. വിശ്വാസത്തിനകത്ത് കിടക്കുന്നത് യേശുവല്ലേ? നിങ്ങളുടെ വിശ്വാസം ആരിൽ? യേശുവിൽ. നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ആരിൽ വിശ്വസിക്കുന്നു? ഞാൻ പറയുന്നു ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിന് അകത്ത് കിടക്കുന്ന ജീവൻ യേശുവാണ്. എബ്രായ ലേഖനം 11:1 എന്താ വായിക്കുന്നത്? യേശു എന്നതോ ആശിക്കുന്നവന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിന്റെ സ്തോത്രം. ഇത് കേട്ടിട്ട് അനങ്ങാതിരിക്കുന്നവരെ ഓർത്ത് എനിക്ക് അതിശയം തോന്നുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം. ഒന്ന് വായിക്കാമോ? മൈക്കുള്ളവർ ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. യേശു എന്നതോ ആശിക്കുന്നവന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാകുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. യേശുവിനാൽ അവർ രാജ്യങ്ങളെ അടക്കി.
ഒരു ഹല്ലേലൂയ പറയാം. രക്തത്താൽ ജയം. അങ്ങനെയെങ്കിൽ യേശുവിനാൽ ഞങ്ങൾ ബാംഗ്ലൂർ പട്ടണത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കരമടിച്ച് സ്തോത്രം ചെയ്യാം. ഗ്ലോറി സൗഡരഗദഗസിയാന. രക്തത്താൽ പറ, യേശുവിന്റെ നാമത്തിൽ പറ, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് പറ, യേശുവിനാൽ ആമേൻ ഞങ്ങൾ ഈ പട്ടണത്തെ അടക്കുന്നു. ഉണർവിന് തടസ്സമായി നിൽക്കുന്ന സകല ശക്തിയെയും യേശുവിനാൽ ഞങ്ങൾ അവനെ ജയിച്ചടക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. എന്താ രണ്ടാമത് എഴുതിയിരിക്കുന്നത്? വിശ്വാസത്താൽ ഒന്ന് അവർ രാജ്യങ്ങളെ അടക്കി. അങ്ങനെയെങ്കിൽ ബാംഗ്ലൂർ പട്ടണത്തെ ഞങ്ങളുടെ കയ്യിൽ താ എന്നല്ല നീ ഇനി പ്രാർത്ഥിക്കേണ്ടത്. ഈ ബാംഗ്ലൂർ പട്ടണത്തെ യേശു നിന്റെ കയ്യിൽ എന്നേ തന്നു കഴിഞ്ഞു. ഇനി നീ ചെയ്യേണ്ടത് ഈ പട്ടണം വെട്ടിപ്പിടിക്കുവാൻ കഴിയാതെ വണ്ണം ഈ പട്ടണത്തിന്റെ കുടിയിരിപ്പിന്റെ മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അവനെ ജയിച്ച് ഈ പട്ടണത്തെ ഞങ്ങൾ പിടിച്ചടക്കുന്നു. കരമടിച്ച് സ്തോത്രം ചെയ്ത് ആ ദൂതനെ ഏറ്റെടുക്കാം. യേശുവിന്റെ നാമത്തിൽ നീ വാ തുറന്ന് പറ, ബാംഗ്ലൂർ പട്ടണത്തെ ഞാൻ പിടിച്ചടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പിടിച്ചടക്കുന്നു. അതിന്റെ അധികാരം എന്റെ മേലുണ്ട്. ആ അഭിഷേകം എന്റെ മേലുണ്ട്. ശക്തിയായി സ്തോത്രം ചെയ്യാം. പിന്നെന്താ വായിക്കുന്നത്? രണ്ടാമത്തെ ഭാഗം എന്താ വായിക്കുന്നത്? വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. രണ്ട്, നീതി നടത്തി. നീതി അവർ നടത്തി. എന്താ നടത്തിയത്? അവര് നീതി നടത്തി. നിനക്കെതിരെ വ്യാപരിക്കുന്ന അനീതികളെ യേശുവിന്റെ നാമത്തിൽ നീ നീതി നടത്തണം. സ്തോത്രം ചെയ്യാം. നിനക്ക് വരെ, നിന്റെ തലമുറയ്ക്ക് വരെ, നിന്റെ കുടുംബത്തിന് വരെ, നിന്റെ ബിസിനസിന് വരെ കള്ളക്കേസുകൾ, കള്ളക്കുരുക്കുകൾ, വിവിധമായ രീതിയിലുള്ളതായിരിക്കുന്ന സ്തോത്രം അപരാധങ്ങൾ പറഞ്ഞ് പരുത്തി നിന്നെ നശിപ്പിച്ച് കളയുവാൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്ന ഗൂഢമണ്ഡലങ്ങൾ നേരെ യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം. അവിടെ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? വിശ്വാസത്താൽ, യേശുവിനാൽ വിശ്വാസത്താൽ അവർ നീതി നടത്തി. യേശുവിന്റെ നാമത്തിൽ നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യം പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ എന്റെ അനീതിയുടെ മേൽ ഞാൻ നീതി പ്രഖ്യാപിക്കുന്നു. നീ പറയുന്നത് യേശുവിന്റെ നാമത്താലാണ്. ശക്തിയോടെ സ്തോത്രം ചെയ്യാം. അത് പറയുമ്പോൾ അത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ ബിസിനസ് മണ്ഡലത്തിലായാലും, നിന്റെ ജോലി മണ്ഡലത്തിലായാലും, ഒരുപക്ഷെ നിന്റെ ഭവനത്തോടുള്ള മണ്ഡലത്തിലായാലും, ഏത് മലമരത്തിലായാലും പിശാച് നിനക്ക് നേരെ എഴുതി വച്ചിരിക്കുന്ന അനീതിയുടെ രേഖയുടെ മേൽ അവിടെ പറയുന്നു അവർ വിശ്വാസത്താൽ നീതി നടത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഉറച്ചു പ്രഖ്യാപിക്കുന്നു, ദൈവസഭയ്ക്ക് അവരെ വെല്ലുവിളിക്കുന്ന സകല അനീതിയുടെ വ്യാപാരത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് നീതി പ്രഖ്യാപിക്കുന്നു. എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? അടുത്തെന്താ വായിക്കുന്നത്? മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. വാഗ്ദത്തം പ്രാപിച്ചു. അവർ വാഗ്ദത്തം പ്രാപിച്ചു. എങ്ങനെയാണ് വാഗ്ദത്തം പ്രാപിച്ചത്? വിശ്വാസത്താൽ. അവരോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും അവർ യേശുവിന്റെ നാമത്തിൽ അവരെ വാഗ്ദത്തം പ്രാപിച്ചെടുത്തു. പ്രവാചകന്മാർ, പ്രവാചകിമാർ, ദൈവത്തിൻ്റെതായ വ്യക്തിപരമായ ദൂതുകൾ, വചനത്തോടുള്ള ദൂതുകൾ, ഇന്ന വർഷം ഇത്രാം തീയതി ഇന്ന നന്മകൾ നിന്റെ കുടുംബത്തിനകത്ത് ഉണ്ടാകും എന്നൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ച ഒട്ടനവധി വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങൾ കർത്താവേ നീ ആ വാഗ്ദത്തം തന്നതാണല്ലോ എന്ന് പറഞ്ഞ് മടക്കി വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പല് പോലെ നീ കാത്തിരിക്കേണ്ട വ്യക്തിയല്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നീ പറയണം, അവർ വാഗ്ദത്തം പ്രാപിച്ചു. അവരോട് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളെയും അവർ പ്രാപിച്ചെടുത്തെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ വാ തുറന്ന് പറയണം, യേശുവിന്റെ നാമത്തിൽ എന്നോടും എന്റെ കുടുംബത്തോടും എന്റെ തലമുറയോടും എന്റെ ബിസിനസിനോടും പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവചിച്ചിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളെയും ഇന്ന് രാത്രി ഞാൻ അത് അവകാശമാക്കുന്നു. എങ്ങനെ? വിശ്വാസത്താൽ. യേശുവിന്റെ നാമത്തിനാൽ ഞങ്ങൾ അവകാശത്തെ യേശുവിന്റെ നാമത്തിൽ വിടുതലായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അടുത്ത വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവർ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായ അടച്ചു. കണ്ടോ അവിടെ? ദൈവമേ, സിംഹത്തിന്റെ വായ ഒന്ന് അടയ്ക്കുന്നവർ പ്രാർത്ഥിച്ചില്ല എന്നാണ് അവിടെ ആത്മാവ് പറയുന്നത്. ദൈവമേ, ഈ സിംഹത്തിന്റെ വായ അടയ്ക്ക് എന്ന് അവർ പ്രാർത്ഥിച്ചില്ല. എന്താ അവർ ചെയ്തത്?
വിശ്വാസത്താൽ യേശുവിനാൽ സിംഹത്തിന്റെ വായെ അവർ അടച്ചു കളഞ്ഞു. നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിനും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനും നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ ഈ നാളുകൾ വാ തുറക്കുന്ന സകല ശുദ്ധ വായകളെയും യേശുവിന്റെ നാമത്തിൽ അടക്കുവാൻ സഭയോട് ആത്മാവ് ഇടപെടുന്നു. ഉറക്കെ ആരാധിക്ക്. രക്തത്താൽ ജയം. നീ പറഞ്ഞില്ല, അതുകൊണ്ട് സംഭവിച്ചില്ല. ഇന്ന് തൊട്ട് നീ പറയണം, യേശുവിന്റെ നാമത്തിൽ എനിക്ക് വരെ വാതുറക്കുന്ന സിംഹത്തിന്റെ വായുകൾ, എനിക്ക് വരെ വാതുറക്കുന്ന സകല ബന്ധനങ്ങളും, എനിക്ക് വരെ വാതുറക്കുന്ന സകല ശക്തികളും, എനിക്ക് വരെ വാതുറക്കുന്ന സകല ആമേൻ അപരാധത്തിന്റെ വായുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അവനെ അടക്കുകയാണ്. സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അടുത്തൊരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് വേഗത്തിലോട്ട് വരാം. എന്താ വായിക്കുന്നത്? അവർ തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞു. കർത്താവേ, ഈ തീയൊന്ന് കെടുത്തണമേ എന്ന് അവർ പ്രാർത്ഥിച്ചില്ല എന്ന് ആധികാരികമായി പറയുവാൻ കഴിയില്ല. എങ്കിലും അവരങ്ങനെ പ്രാർത്ഥിച്ചിരിക്കണം. പക്ഷേ ഈ വാക്യത്തിന്റെ പ്രയോഗമാണ് നമുക്ക് ആവശ്യം. അവിടെ വായിക്കുന്നു, അവർ തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞു. കാരണം അവർക്കറിയാം അവർ സേവിക്കുന്ന ദൈവം തീ ജ്വാലയേക്കാൾ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്റെ ദൈവം. ഈ ദൈവത്തിന് ഞങ്ങളെ കൊല്ലുവാനിട്ടിരിക്കുന്ന ഈ അന്യാഗ്നിയെ അണയ്ക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. അതാ ഞാൻ പറഞ്ഞത്, ആത്യന്തികമായ ആധുനികപരമായ ശക്തമായ വ്യക്തമായ അല്ലെങ്കിൽ ഏറ്റവും ഏറിയ വർഷങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ട് മറുപടിയും വിടുതലും കിട്ടാതെ വണ്ണം നിരാശ നിരകനായി ജീവിതത്തിന്റെ നടുവിൽ കഴിഞ്ഞുകൂടിയ മണ്ഡലങ്ങളോട് വിട പറയുന്ന ഒരു രാത്രിയായി ഈ രാത്രി മാറുന്നു. എങ്ങനെ നിന്റെ അവകാശത്തെ യേശുവിന്റെ നാമത്തിൽ നീ കൈവശമാക്കുന്നു. രക്തത്താൽ ജയം. നിനക്ക് വരെ ആളിക്കത്തുന്ന അന്യാഗ്നിയെ, ഏത് മന്ത്രവാദത്തെയും ഏത് ആഭിചാര ശക്തിയെയും ഏത് ഹോമ കുഴിക്കകത്ത് നിന്ന് നിനക്ക് വരെ നിന്റെ കുടുംബത്തിന് വരെ നിന്റെ ബിസിനസ്സിന് വരെ ആളിക്കത്തുന്ന അന്യാഗ്നിയായാലും അതിനെ കാലുവരയുടെ കൊലമരത്തിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്ത് ഇന്നും എഴുന്നേറ്റ് നമ്മുടെ മധ്യത്തിൽ മടകൊള്ളുന്ന യേശുവിന്റെ തിരുസാന്നിധ്യത്തെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മൾ ഒരുമിച്ച് അവരെ അണച്ചു കളയുന്നു. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെട്ടുത്തിക്കളഞ്ഞു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. എത്ര പേര് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു? എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ദൈവത്തിന്റെ ബൈബിളെ കൊട്ടിയും പാടിയും സ്തോത്രം ചെയ്തു പോകുവാനല്ല നിന്നെ ദൈവം വിളിച്ചത്. എല്ലാ ദിവസവും ബന്ധനം, എല്ലാ ദിവസവും പോരാട്ടം, എല്ലാ വർഷവും കടഭാരം, എന്നും ഞെരുക്കം, എന്നും വേദന, എന്നും ദുഃഖം, എന്നും നെടുവീർപ്പ്. ഒരിക്കലും ഇങ്ങനെ പോകുവാനല്ല ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ആത്യന്തികമായ ഒരു വിടുതൽ ഉണ്ടാകണമോ? ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ വ്യാപാരം നിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് നിന്റെ ജീവിതത്തിൽ ഏറിയ വർഷങ്ങളായി കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഏത് പ്രതിബന്ധത്തെയും ഇന്ന് രാത്രി ഇവിടെ ആണിക്കത്തുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മുന്നിൽ കുടഞ്ഞു കളയുവാൻ ആര് തയ്യാറാണോ അവർക്കൊരു പ്രൊമോഷൻ. യേശുവിന്റെ രക്തത്താൽ ജയം. കഴിഞ്ഞ പകൽക്കാലം അവിടെയാണ് നമ്മൾ ചിന്തിച്ചത്. പൗലോസ് കുടഞ്ഞു കളഞ്ഞില്ലെങ്കിൽ 6 അടി മണ്ണ് അവന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അവന്റെ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണ് വാരിയിടുവാൻ ബർബരന്മാർ നോക്കി കാത്തു നിൽക്കുന്നുണ്ട്. നോക്കിക്കേ, അവിടെ അടുത്ത 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? അവൻ വീർക്കുകയോ അവൻ ചത്തി വീഴുകയോ ചെയ്യുന്നത് കാണുവാൻ ബർബരന്മാർ നോക്കി നിൽക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം. നിന്റെ പരാജയം, നിന്റെ തകർച്ച, ഇപ്പോൾ നിനക്ക് വന്നിരിക്കുന്ന കടഭാരത്തിൽ നീ തകർന്ന് തരിപ്പണമായി നിന്റെ വീടും വസ്തുവെല്ലാം വിറ്റുപറക്കി ബാംഗ്ലൂരിന്റെ തെരുവീഥിയിലൂടെ വീടും വസ്തുവില്ലാത്ത ആൾക്കാർ മടക്കുന്നത് പോലെ നീ മടന്നു കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന രോഗബന്ധനങ്ങളാൽ നീ നശിച്ച്, നീ തകർന്ന്, നീ ഐസിയുവിൽ പ്രവേശിച്ച് അവസാനം നിന്നെ ആളം അറിയാത്ത ഒരു രൂപമാക്കി നിന്നെ അവിടെ നിന്ന് മരിച്ച് ശവപ്പെട്ടിക്കകത്ത് കൊണ്ടുവന്ന് നിന്നെ അടക്കം ചെയ്യും. അവരെന്നെ വിളിച്ചു പറയും, അപ്പോൾ ഞാൻ ആ മരണ വീട്ടിൽ ചെല്ലും, ഒരു പിടി മണ്ണ് വാരി അവളുടെ കുഴിമാടത്തിലിടും. യെസ്, ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് മണ്ണും പിടിച്ച് കുഴിമാടത്തിന്റെ അരികിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുന്നത്, നിന്റെ പരാജയം, നിന്റെ തകർച്ച, നിന്റെ ജീവിതത്തിന്റെ നടുവിൽ ഉണ്ടാകുന്ന പരാജയങ്ങളെ കണ്ട് പൊട്ടിച്ചിരിച്ച് സന്തോഷിക്കുവാൻ നോക്കി നിൽക്കുന്ന വ്യക്തികളുടെ മുന്നിൽ നിനക്കൊരു വിടുതൽ വേണമോ? നീ ചെയ്യേണ്ട കാര്യം, നിന്റെ കയ്യിൽ ഇപ്പോൾ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ആ ഉഗ്രവിഷമുള്ള പാമ്പിനെ യേശുവിന്റെ നാമത്തിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മുന്നിൽ നീ അവനെ കുടഞ്ഞു കളയുക. അതെങ്ങനെയായി കുടഞ്ഞു കളയുന്നത്? ദൈവശക്തി നിന്റെ മേൽ വരട്ടെ. നീ പറ, ഒരു പവർ എന്റെ മേൽ വരട്ടെ, ഒരു ദൈവശക്തി എന്റെ മേൽ വരട്ടെ, യേശുവിന്റെ ശക്തി എന്റെ മേൽ വരട്ടെ, ദൈവകൃപയുടെ വ്യാപാരം എന്റെ മേൽ വരട്ടെ.
ശ്രദ്ധിക്കണം, പൗലോസിനെ കടിച്ചത് സാധാരണ ഒരു അണലിയല്ല, പൗലോസിനെ കടിച്ചത് സാധാരണ ഒരു ജന്തുവല്ല, പൗലോസിനെ കടിച്ചത് സാധാരണ ഒരു പാമ്പല്ല. പൗലോസിനെ കടിച്ചത് ആമ സാധാരണ ഒരു പാമ്പല്ലെന്ന് ആ മെലിത്ത ദ്വീപിലെ ദേശത്തിലെ ദേശനിവാസികൾ തന്നെ, ബർബരന്മാർ തന്നെ പറയുന്നു. ഇവനെ കടിച്ചിരിക്കുന്നത് നമ്മുടെ നീതി ദേവി, ഇവൻ ഒരു കള്ളനാകൊണ്ട് ഇവനെ കടിച്ചിരിക്കുന്നു. നോക്കിക്കേ, പൗലോസിന്റെ കയ്യിൽ കടിച്ചു കിടക്കുന്ന പാമ്പിന് ഒരു വിവേചനം അവരുടെ നാട്ടുകാർ തന്നെ നടത്തുന്നു. പൗലോസിന്റെ കയ്യിൽ, ഇവന്റെ കയ്യിൽ കടിച്ചു കിടക്കുന്ന ഈ പാമ്പ് സാധാരണ പാമ്പല്ല, ഇത് നമ്മുടെ നീതി ദേവി, ഇവനൊരു കള്ളനാകുന്നത് കൊണ്ട് ഇവന്റെ കയ്യിൽ കടിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് അവർക്കറിയാം ഈ നീതി ദേവി പാമ്പിന്റെ രൂപത്തിൽ ആരെയൊക്കെ ഇന്നലെയുടെ നാളുകളിൽ കടിച്ചിട്ടുണ്ടോ അവരെല്ലാം ചത്ത് മരിച്ചു വീർത്ത് ചത്ത് താഴെ വീണ ചരിത്രമേ ഇന്നലെയുടെ നാളുകളിൽ മെലിത്ത ദ്വീപിന് പറയാനുള്ളൂ, ബർബരന്മാർക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരു കുഷ്ഠപ്പെട്ടൊരു ദൂത് ഞാൻ പറയാം. ദൈവം ചരിത്രം മാറ്റി എഴുതുന്നവനാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഇന്നലെയുടെ നാളുകൾ സംഭവിച്ച കാര്യങ്ങളല്ല ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇന്നലെയുടെ നാളുകളിൽ പരാജയം, തകർച്ച, അത് നിരാശ, വേദന, ദുഃഖം, നെടുവീർപ്പ് ആരോടും തുറന്നു പറയുവാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് അതിഭയങ്കര വേദനയുമായി ഇന്നലെയുടെ നാളുകൾ നീ മടന്നു. എന്നാൽ ഇന്നലെയുടെ നാളുകളെ ദൈവം തുടച്ചു മാറ്റി ഒരു പുതിയ അധ്യായം നിന്റെ ജീവിതത്തിൽ കുറിക്കുവാൻ യേശു ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. നോക്കിക്കേ, ഇന്നലെയുടെ നാളുകളൊക്കെയും ഈ മെലിത്ത ദ്വീപിലെ ദേശാധിപതി പാമ്പിന്റെ രൂപത്തിൽ ആരെയൊക്കെ കടിച്ചിട്ടുണ്ടോ, ആ രക്തം ഏതൊക്കെ മനുഷ്യന്റെ ശരീരത്തിലൂടെ പ്രവഹിച്ചിട്ടുണ്ടോ അവരൊക്കെ മെലിത്ത ദ്വീപിൽ ചത്തു വീണ ചരിത്രം പുറകോട്ട് നോക്കിയാൽ മനുഷ്യ ശരീരം, അസ്ഥി കൂമ്പാരങ്ങൾ, തലയോട്ടികളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ മെലിത്ത ദ്വീപിൽ കിടക്കുന്നു. അതൊക്കെ സാക്ഷ്യം പറയുന്നു. മെലിത്ത ദ്വീപിലെ ദേശാപതിയായ ഉഗ്രവിഷമുള്ള പാമ്പ് കടിച്ചിട്ട് മരിച്ചു വീണ തലയോട്ടികളാണ്, മനുഷ്യന്റെ തലയോട്ടികളാണ്, അസ്ഥി കൂമ്പാരങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് താഴത്ത് വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ബർബരന്മാർ അവൻ വീർത്ത് അവൻ ചത്ത് വീഴുമോ എന്ന് കാണുവാൻ വളരെ നേരം അവർ കാത്തി നിന്നു. കാരണം അവർക്കറിയാം ഇന്നലെയുടെ നാളുകൾ സംഭവിച്ചതെല്ലാം അങ്ങനെ തന്നെ മരിച്ചു വീണിട്ടുണ്ട്. ഈ പാമ്പ്, അവരുടെ ദേശാധിപതി പാമ്പിന്റെ രൂപത്തിൽ ആരെയൊക്കെ കടിച്ചിട്ടുണ്ടോ അവരെല്ലാം ജീവിച്ചിരുന്നിട്ടില്ല. ഒരു കാര്യം കൂടി ആവർത്തനം ഞാൻ പറയുന്നു, യേശു ചരിത്രം മാറ്റി എഴുതുന്നവൻ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? പരിശുദ്ധാത്മാവിൽ ഞാനൊരു വെളിപ്പാട് പറയാൻ, ഇന്നലെ വരെ സംഭവിച്ചത് ഇന്ന് രാത്രി തമ്പുരാൻ വരയിടാൻ പോകുന്നു. ഇനി ഒരടി മുന്നോട്ട് വെക്കുകയില്ല. പിശാച് യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് രാത്രി വിശ്വസിക്കുവാൻ കഴിയും? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ഇന്നലെയുടെ നാളുകളും എന്നെ കടിച്ച ശക്തി ഇനി നിന്നെ കടിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ പരാജയം, പരാജയം, പരാജയം. സ്തോത്രം. 8ാമത്തെ മാസവും പരാജയം, 7ാമത്തെ മാസവും പരാജയം, 6ാമത്തെ മാസവും പരാജയം, 2009 പരാജയം, 2008 പരാജയം, 7 പരാജയം. ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ വന്ന നാളെ മുതൽ ഇന്ന്, ആമേൻ, ഇന്ന് വരെ പരാജയം. എന്നാൽ വിശുദ്ധ ബൈബിൾ സത്യമുള്ള വേദപുസ്തകമാകയാൽ ആത്മാവിന്റെ ശക്തിയോടെ തിരുവചനത്തിൽ ഒട്ടും മായം ചേർക്കാതെ ആത്മാവിന്റെ വെളിപ്പാട് ഞാൻ പറയുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് നിന്റെ ജീവിതത്തിൽ പുതിയ ഒരു അധ്യായം. നന്ദിയോടെ സ്തോത്രം. യെസ്, ദൈവം നിനക്കൊരു പ്രമോഷൻ തരുന്നു. എന്തോന്ന് പ്രമോഷൻ? നീ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. കടഭാരത്തിൽ നിന്ന് ധനാഢ്യത്തിലേക്ക് നീ പ്രവേശിക്കാൻ പോകുന്നു. വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് നീ കയറാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തിൽ ആണുങ്ങൾ വാഴാതെ വണ്ണം നിന്റെ കുടുംബത്തിന്റെ തായ്വേരുകളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനം ഇന്ന് രാത്രി അഴിച്ച് നിന്റെ കുടുംബത്തിനകത്ത് തലമുറകൾ തഴച്ചില ഭാനോനിലെ വൃക്ഷം പോലെ വളരുവാൻ പോകുന്നു. പോരാ,
ശക്തിയായി സ്തോത്രം ചെയ്ത് ആരാധിച്ച് ഇന്ന് രാത്രി വചനം പ്രസംഗിക്കുമ്പോൾ യേശുവിന്റെ പ്രതിവിക്കുന്ന വ്യാപാരം ഈ രാത്രിവിനകത്ത് ശക്തിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്ന് രാത്രി ഒരു പുതിയ അധ്യായം. എത്ര പേർ കരമുയർത്തി പറയുവാൻ കഴിയും എന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു പുതിയ അധ്യായം? എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ ഒരു പുതിയ അധ്യായം? അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 14:13 ആമേൻ ദൈവം ആമേൻ മോശയോട് ഇപ്രകാരം പറഞ്ഞു, ഇന്ന് കൊണ്ട മിസ്രൈമിനെ ഇനി നിന്റെ കണ്ണുകൊണ്ട് കാണുകയില്ല. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ വരെ നിന്റെ കടിച്ചു നിന്റെ കുടുംബത്തിൽ വിഷം ആമേൻ 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 വിഭിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ അന്ധകാര ശക്തിയുടെ ആ വ്യാപാരത്തെ ഇന്ന് രാത്രി മുതൽ നിന്റെ കണ്ണിൽ നിന്ന് എന്റെ യേശു എന്നേക്കുമായി ഈ രാത്രി എടുത്തു കളയുകയാണ്. ഈ രാത്രി വിശ്വസിക്കപ്പെടുക. കാലുവരയുടെ രക്തത്താൽ ജയമെടുക്കുന്നു. നന്ദിയോടെ സ്തോത്രം. 1-2 വെളിപ്പാടുകൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി ദൈവത്തിന്റെ ബൈബിലെ പൗലോസ് എന്തോന്ന് ചെയ്തു? അവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നവർ യവനിപ്പോൾ ചത്തു വീഴും. കാരണം ഇങ്ങനെ ഒരു കടവാരം വന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. സ്തോത്രം. യേശുവിനെ അറിയാത്ത 5 ലക്ഷം രൂപ കടക്കാരൻ അവൻ കയറ് തൂങ്ങി മരിച്ച് നിൽക്കുക. അവൻ മരിച്ചു കിടക്കുക, കയറി തൂങ്ങി നിൽക്കുക. അവന്റെ ആ മരണക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ 5 ലക്ഷം രൂപയുടെ കടക്കാരനായതുകൊണ്ട് ഞാൻ മരിക്കുകയാണ്. എൻ്റെ ഭാര്യയോ കുഞ്ഞുങ്ങളോ ബന്ധുക്കളോ ആരും ഉത്തരവാദികൾ അല്ല. എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടുള്ളതാണ്. പക്ഷേ അത് യേശുവിൽ വിശ്വസിക്കാത്ത ഒരുവൻ അങ്ങനെ മരിച്ച് അവന്റെ ആത്മഹത്യ കുറിപ്പാണ് നമ്മളിവിടെ വായിച്ചത്. ഇത് പറയുമ്പോൾ തന്നെ 25 ലക്ഷം രൂപയുടെ കടക്കാരനായിരിക്കുന്ന ക്രിസ്ത്യാനി അവൻ ആരാധനയിൽ നൃത്തം ചെയ്ത് സ്തോത്രം അവൻ ആരാധിക്കുന്നു. എന്താ ഇതിന്റെ വ്യത്യാസം? അവനറിയാം എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവിന്റെ ദാനത്തിനൊത്തവണ്ണം. യെസ്, ഹല്ലേലൂയ. ഇതാ ഇവിടെ സംഭവിക്കുന്നത്. നന്ദിയോടെ സ്തോത്രം. നീ ശരിക്കും ഒരു ക്രിസ്ത്യാനി എങ്കിൽ, യേശുവിന്റെ പവർ നിന്റെ മേൽ വ്യാപരിക്കുന്നു എങ്കിൽ, 33-കാരന്റെ രക്തം നിന്റെ തുട്ടിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ നട്ടലിനകത്ത് അഭിഷേകം ഇട്ടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ആത്മശക്തിയോടെ നീ വിളിച്ചു പറയണം, ഇല്ല പിശാചേ, ഇന്ന് രാത്രി മുതൽ ഞാൻ പുതിയ മണ്ഡലത്തിലോട്ട് പ്രവേശിക്കുന്നു. യേശുവിന്റെ രക്തം എത്ര പേർക്ക് ശക്തിയോടെ ഒന്ന് കരമടിച്ച് അല്പനിമിഷം ഒന്ന് ആരാധിക്കാം. ഇവനകത്തൊരു വലിയ വിടുതൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയം. ശക്തിയോടെ ഉറക്കെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ശക്തിയോടെ ആരാധിച്ച് ഉറക്കെ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ കരങ്ങളും അട്ടിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന്റെ മേൽ ഇറങ്ങട്ടെ. യെസ്, ഇന്നലെ വരെ നീ പരാജയം, ഇന്നും എന്റെ ജീവിതത്തിൽ പരാജയം പാടില്ല. യേശുവിന്റെ നാമത്തിൽ പറ, ഈ ശക്തിയെ ഞാൻ കുടഞ്ഞു കളയും. ഹല്ലേലൂയ. ക്രിസ്ത്യാനിക്ക് മാത്രമേ കുടയാനുള്ള അധികാരം ഉള്ളൂ. മറ്റുള്ള ആർക്കും കുടയാനുള്ള അധികാരവുമില്ല, കുടയാൻ അറിഞ്ഞുകൂടാ. പ്രൈസ് ഗോഡ്. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുന്നു. ഒന്നുകൂടെ ആവർത്തിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടി പറയാം. ക്രിസ്ത്യാനിക്ക് മാത്രമേ അവന്റെ ജീവിതത്തിൽ കയറി വരുന്ന ഏതിനെയും കുടഞ്ഞു ദൂരെ കീറിക്കളയാനുള്ള അധികാരം ക്രിസ്ത്യാനിക്കേ ഉള്ളൂ. രക്തത്താൽ ക്രിസ്ത്യാനി എന്ന പദത്തെക്കാൾ ഉപരിയായി യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച് രക്ഷാനുഭവം പ്രാപിച്ച് ദൈവകൃപ ഏറ്റെടുത്ത നിനക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. മറ്റാർക്കും ഇവിടെ അധികാരമില്ല. അവർക്ക് അവന്റെ പ്രാക്ടിക്കൽ വശമറിഞ്ഞുകൂടാ. യേശുവിന്റെ രക്തത്താൽ ജയം. മരണത്തെയും പാതാളത്തെയും ജയിച്ചവനെ ജീവിതത്തിൽ അംഗീകരിച്ചവന് മാത്രമേ ഇത് കൊടയാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഒന്ന് കരം അടിച്ചൊന്ന് സ്തോത്രം ചെയ്യും. ലത്തൂരിൽ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ ദൈവമക്കൾ പലരും പറഞ്ഞു, ഇത് യേശുവിന്റെ വരവ. അലയടിച്ച് കയറിയപ്പോഴും ദൈവം ഇവർ പറഞ്ഞത് ആത്മമണവാളന്റെ വരവിന്റെ ലക്ഷണം. സ്തോത്രം. ഈ ലോകത്തിൽ എന്നാ സംഭവിച്ചെന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനിക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നഷ്ടപ്പെടാൻ പോകുന്നില്ല.
5 വയസ്സുള്ള കുഞ്ഞ് മരിച്ചു കിടക്കുന്നു. തള്ള ഒരു തുള്ളി കണ്ണുനീരൊഴിക്കുന്നില്ല. പാസ്റ്റർമാര് ശക്തമായി പ്രസംഗിക്കുന്നു, ദാവീദിന്റെ കുഞ്ഞിനെ സ്വർഗം എടുത്തു. നന്ദിയോടെ സ്തോത്രം. ദാവീദ് പറയുന്നു, ഞാൻ എന്തിന് കരയുന്നു? ഞാൻ അവിടെ പോയി ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞു വരില്ല. ഞാൻ അവിടെ പോയി ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണും. ആ പ്രത്യാശ വന്നപ്പോൾ അവന്റെ ആ വസ്ത്രങ്ങളെല്ലാം അങ്ങോട്ട് ഉടുത്തവൻ കുളിച്ചങ്ങോട്ടൊരുങ്ങി രാജാവിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് അവൻ സന്തോഷമുള്ളവനായി കയറി. വീണ്ടും പാസ്റ്റർ പ്രസംഗിക്കുന്നു, മരിച്ചവരെയൊക്കെയും ആമേൻ നാളെ നമ്മളും മരിച്ച് നിത്യവേ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെന്നു കാണും. നിങ്ങൾ ആരും കരയരുത്. വീണ്ടും പാസ്റ്റർ പ്രസംഗിക്കുന്നു, നിങ്ങൾ ആരും കരയേണ്ട ആവശ്യമില്ല. നമ്മളും മരിക്കും. ഇപ്പോൾ ഇവിടെ മരിച്ചെടുക്കുന്ന വ്യക്തി നമുക്ക് മുമ്പേ നേരത്തെ ഒന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ. പുറകാലെ പോയി നമ്മളും കാണും. ഈ ദൂതുകളെല്ലാം അകത്തോട്ട് കയറിയ തള്ള ഒരു തുള്ളി കണ്ണുനീര് ഒഴിക്കുന്നില്ല. വന്നുപോയവരൊക്കെ പറഞ്ഞു, അയ്യോ ഇത് പെറ്റ തള്ളയാണോ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു തുള്ളി കണ്ണുനീര് പോലും കുഞ്ഞു കിടക്കുന്ന സമയത്ത് മരിച്ചു കിടക്കുമ്പോൾ കരയാത്തൊരു തള്ള, ഇവൾ പ്രസവിച്ചതാണോ, നൊന്തു പ്രസവിച്ച തള്ളയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അടക്ക ശുശ്രൂഷയെല്ലാം കഴിഞ്ഞതിനു ശേഷം അവളോട് ചോദിക്കും, നീ എന്താ കരയാത്തത്? അവളുടെ മറുപടി, എൻ്റെ കുഞ്ഞിനെ നിത്യതയിൽ ചെന്ന് ഞാൻ കാണും. ക്രിസ്ത്യാനിക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ദൈവ പൈതലേ, ഈ ലോകത്തിൽ ഇനി ബാംഗ്ലൂർ പട്ടണം ഇളകി മറിഞ്ഞെന്ന് വന്നാലും രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രത്യാശ എൻ്റെ വരവ്. ഗ്ലോറി യേശുവിന്റെ പിന്നേതാ ഈ പാമ്പ് രക്തത്താൽ ജയം, പിന്നേതാ ഈ ചെറിയ ശൂദ്രബന്ധനം, പിന്നേതാ ഈ പോരാട്ടം, ഈ ചെറിയ കടഭാരം. യേശുവിന്റെ നാമത്തിൽ പറ, ഒരു ശക്തിക്ക് ഞങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. ഒരു പോരിന്റെ വ്യാപാരത്തിൽ ഞങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. എഫെസ്യ ലേഖനം 6:12 ഇപ്രകാരം വായിക്കുന്നു, അവേ വാഴ്ചകളും അവേ സ്തോത്രം അധികാരങ്ങൾക്കും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഞങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് പറയുന്നു? ശക്തിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ പുണ്യനാമത്തിന് സ്തോത്രം. വേഗത്തിൽ കടന്നു വരാം. കുടഞ്ഞു കളയുന്നവർക്ക് ഒരു പ്രമോഷൻ. പൗലോസ് കുടഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവൻ ജീവനിലേക്ക് അവൻ പ്രവേശിക്കപ്പെട്ടു. കുടഞ്ഞു കളഞ്ഞില്ലെങ്കിലോ, 6-ാമത്തെ വാക്യം, ദോഷം സംഭവിക്കുമായിരുന്നു. വേദപുസ്തകത്തിൽ അങ്ങനത്തെ ഒരു പദപ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധനം നിങ്ങൾ കുടഞ്ഞു കളയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ പ്രശ്നം നിങ്ങൾ കുടഞ്ഞു കളയാൻ തയ്യാറല്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കടഭാരങ്ങളും ഞെരുക്കങ്ങളും എന്തുമായി കൊള്ളട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഈ നാളുകളിൽ ഈ വാക്യത്തോട് ചേർന്ന് നിങ്ങൾ അതിന്റെ മേൽ ഒരു വിടുതലേറ്റെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും അതൊരു ദോഷം തന്നെയാണ്. എന്നാൽ ഇന്ന് രാത്രി ഈ വാക്യത്തിന്റെ മുന്നിൽ യേശുവിന്റെ നാമത്തിൽ ദൈവദാസൻ ആത്മാവിൽ ദൂതെടുത്തതുപോലെ എന്റെ ജീവിതത്തിൽ ഒരു ഉഗ്രവിഷമുള്ള പാമ്പ് അവയെ മാനുഷികപരമായി കടിച്ചു കിടക്കുന്നില്ലെങ്കിലും അതുപോലെയുള്ള ഒരു പോരാട്ടം ഏറിയ വർഷം കൊണ്ട് എന്റെ ജീവിതത്തെ പകർത്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനെ ഞാൻ ഈ ശനിയാഴ്ച രാത്രി ഈ വാക്യത്തോട് ചേർന്ന് ഈ രാത്രി ഇവിടെ ആളിക്കത്തുന്ന ആത്മാവിന്റെ തീയിലേക്ക് ഞങ്ങൾ അതിനെ കുടഞ്ഞ് എന്നേക്കുമായി എറിഞ്ഞു കളയുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കട്ടെ. ഇനി ഒരു വെളിപ്പാട് പറയാം, വളരെ അത്യന്തികമായ ദൂത്. നന്ദിയോടെ സ്തോത്രം. ഒന്നുകിൽ പൗലോസ് ജീവിക്കും, അല്ലെങ്കിൽ നീതിദേവി ജീവിക്കും. പൗലോസ് മരിച്ചാൽ, നീതിദേവിയുടെ കടികൊണ്ട് പൗലോസ് മരിച്ചാൽ ആര് ജീവിക്കും? നീതിദേവി മെലിത്ത ദ്വീപിൽ ജീവിക്കും. 2, പൗലോസ് ജീവിച്ചാൽ നീതിദേവി മരിക്കും. എന്താ മിണ്ടാത്ത നിങ്ങള്? എന്താ മിണ്ടാത്ത? 2-1 8:30 മണിക്ക് മുമ്പ് നടക്കും. യേശുവിന്റെ രക്തത്താൽ ജയം. ബാലിന്റെ സമയം തീർന്നു. ഏലിയാവിന്റെ സമയം, കള്ളപ്രവാചകന്മാരുടെ സമയം തീർന്നു. ഇനി പ്രാർത്ഥന മുറിക്കകത്ത് കരയുന്നവന്റെ സമയം. പ്രൈസ് ദി ലോർഡ്. മന്ത്രവാദികളുടെ സമയം തീർന്നു. ആഭിചാരകന്മാരുടെ സമയം തീർന്നു. ശൂദ്രകാരികളുടെ സമയം തീർന്നു. വെളിച്ച ദൂതന്മാരുടെ സമയം തീർന്നു.
വെളിച്ചപ്പാടത്തികളുടെ സമയം തീർന്നു. നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങളുടെ സമയം തീർന്നു. ഇനി ഏലിയാവിന്റെ സമയം. ഹല്ലേലൂയ. കൈപ്പത്തി പോലെ ഒരു മേഘം ഇന്ന് രാത്രി ഞാൻ കാണുന്നുണ്ട്. മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. സുഡരബദലബോ ശാന്തനദിവന 8:30 മണിക്ക് 2:1 യേശുവിന്റെ രക്തത്താൽ ജയ നിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗാത്മാവ് നിന്നെ വിട്ടെന്ന് രാത്രി മാറും. യേശുവിന്റെ നാമത്തിൽ ഒന്നുകിൽ പൗലോസ് ജീവിക്കും, അല്ലെങ്കിൽ നീതിദേവി ജീവിക്കും, അല്ലെങ്കിൽ നീതിദേവി ജീവിക്കും, അല്ലെങ്കിൽ പൗലോസ് ജീവിക്കും. പൗലോസ് മരിക്കും. നന്ദിയോടെ സ്തോത്രം. പക്ഷേ ഏത് അഭിഷിക്തനെ തൊട്ടിട്ടുണ്ടോ തൊട്ടവരാരും ജീവിച്ചിരുന്നിട്ടില്ല. സ്തോത്രം ചെയ്യാം. കൃപയുള്ള ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടവർ ജീവിച്ചിരുന്നിട്ടില്ല. വിശ്വസിക്കാമോ? 8:30 മണിക്കകത്ത് 2 കാര്യങ്ങൾ നടക്കും. അത് നിങ്ങളുടെ പ്രാർത്ഥന പോലെയും നിങ്ങളുടെ ഒരുക്കം പോലെയും ഈ ദൂത് ഏറ്റെടുക്കുന്നതിന്റെ നിലവാരമനുസരിച്ച് ഇതിനകത്ത് 8:30 മണിക്കകത്ത് വെച്ച് ഒരു വിടുതൽ സംഭവിക്കും. ഒന്നുകിൽ നിന്റെ രോഗം നിന്നെ വിട്ടു മാറും, ഇല്ലെങ്കിൽ രോഗം നിന്നെ കൊണ്ടുപോകും. യേശുവിന്റെ നാമത്തിൽ ഒന്നുകിൽ രോഗം നിന്നെ വിട്ടു മാറും. യെസ്. ഒന്നുകിൽ മന്ത്രവാദിയുടെ മന്ത്രവാദം വെച്ചു കെട്ടും. സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ആരാമനമർത്തരുത്. രക്തത്താൽ ജയം. ശക്തിയോടെ വളരെ പ്രധാനപ്പെട്ട ദൂതാണത്. യേശുവിന്റെ നാമത്തിൽ 2:1 അറിയും. ഒന്നുകിൽ തീയിറക്കുന്ന ദൈവം തന്നെ നിങ്ങളുടെ ദൈവം. നന്ദിയോടെ സ്തോത്രം. അല്ല എങ്കിൽ ഏലിയാവിന്റെ ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം 2:1 വെളിപ്പെടുത്താൻ പോകുന്നു. നിങ്ങൾ കുറിച്ചിട്ടോ, നിങ്ങൾ കുറിച്ചിട്ടോ. 2010 9-ാമത്തെ മാസം ബഥേൽ അസംബ്ലി സബ് ഗോഡിനോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. തീയിറക്കുന്ന ദൈവം തന്നെ ജീവിക്കുന്ന ദൈവം. ബാലിന്റെ ദൈവമാണോ യഥാർത്ഥ ദൈവം? ഏലിയാവിന്റെ ദൈവമാണോ യഥാർത്ഥ ദൈവമെന്ന് ദൈവം ഈ രാജ്യത്ത് വെളിപ്പെടുത്താൻ പോകുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ആത്മമണ്ഡലത്തിൽ ഞാൻ വേഗത്തിൽ വിളിച്ചു പറയട്ടെ. പൗലോസ് ജീവിച്ചാൽ നീതിദേവി മരിക്കപ്പെടും. നീതിദേവി ജീവിച്ചാൽ പൗലോസ് മരിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ ഇവിടെ സംഭവിച്ചത്, നന്ദിയോടെ സ്തോത്രം, ഇന്നലെയുടെ നാളുകളിൽ നീതി ദേവി ആരെയൊക്കെ കടിച്ചിട്ടുണ്ടോ അവരൊക്കെ മരിച്ച ചരിത്രമേ മെലിത്ത ദ്വീപിന് പറയുവാനുള്ളൂ. എന്നാൽ ഇന്ന് രാത്രിയിൽ അവൻ മരിച്ചു വീണത് കാണുവാൻ, അവന്റെ കുഴിമാടത്തിൽ ഒരുപിടി മണ്ണുവാരി ഇടുവാൻ കാത്തു നിൽക്കുന്ന ബർബരന്മാരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു സംഭവം നടക്കുന്നു. അഭിഷിക്തന്റെ കയ്യിൽ കടിച്ചു കിടക്കുന്ന നീതി ദേവിയെ ആത്മമണ്ഡലത്തിന്റെ വ്യാപാരത്താൽ, അഭിഷേകത്തിന്റെ ശക്തിയാൽ അവൻ ചുഴറ്റി എടുത്ത്, യെസ് യെസ് ശക്തിയോടെ ആരാധിച്ചാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യെസ്. വിടുതൽ നടക്കുന്നു. ഇവനകത്ത് വിടുതൽ നടക്കുന്നു. ഇവനകത്ത് വിടുതൽ നടക്കുന്നു. ഇവനകത്ത് ഒത്തിരി വിടുതൽ നടക്കുന്നു. ഇവനകത്ത് ഒത്തിരി വിടുതൽ ഇവനകത്ത് നടക്കുന്നു. ഇവനകത്ത് ഒത്തിരി വിടുതൽ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവനകത്ത് സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവനകത്ത് മന്ത്രവാദ കെട്ടുകൾ എരിഞ്ഞടങ്ങുന്നു. ചില ആഭിചാരങ്ങൾ എരിഞ്ഞടങ്ങുന്നു. ചില പൈശാചിക കെട്ടുകൾ ഇന്ന് രാത്രി മുതൽ എരിഞ്ഞ് 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 ഇന്ന് രാത്രി അടങ്ങുന്നു. ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആളിക്കത്തുന്ന തീയിലേക്ക് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് ആത്മാവിന്റെ ശക്തിയോടെ ആളിക്കത്തുന്ന തീയിലേക്ക് ജന്തുവിനെ കുടഞ്ഞ് എറിഞ്ഞ് കളഞ്ഞു. ഈ സമയത്ത് ബർബരന്മാർ പറയുന്ന ഒരു വാക്ക്, ഇന്നലെ വരെ അവരെ പറയാത്ത വാക്ക്, ഇവൻ ഒരു ദേവൻ തന്നെ. ഇവിടെയാണ് സഭയ്ക്ക് ഉണർവ് ഉണ്ടാകുന്നത്.
മനുഷ്യൻ ആമൻ ദൈവത്തെ തിരിച്ചറിയുന്ന ഭാഗം നിന്റെ ജീവിതത്തിൽ നിന്റെ മരണം കാത്ത് മരിക്കും എന്നവർ വിധിയെഴുതി കാത്തിരുന്ന് നിന്റെ ശവകുടീരത്തിൽ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണ് വാരിയിടുവാൻ കാത്ത് നിൽക്കുമ്പോൾ ആ കുഴിമാടത്തിൽ നിന്ന് നിന്നെ തകർത്ത് കളയുവാൻ കൊല്ലുവാൻ വേണ്ടി വരുന്ന ശക്തിയെ കുഴിമാടത്തിന്റെ മടിവിൽ വെച്ച് ആത്മശക്തിയോട് വലിച്ചെറിഞ്ഞ് ജീവനിലേക്ക് നീ പ്രവേശിച്ചു വരുമ്പോൾ നിന്റെ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണ് വാരിയിടുവാൻ നിൽക്കുന്നവർ പറയും, നിന്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവം തന്നെ. ഹല്ലേലൂയ! യേശുവിന്റെ രക്തത്താൽ ജയം. വേദപുസ്തകത്തിൽ ഇതിനോട് ചേർന്നുള്ള 1-2 പദപ്രയോഗങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ ധ്യാനത്തിനുമായി വേഗത്തിൽ ഞാൻ പറഞ്ഞു വിടുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിപ്പാൻ എന്നെ ഏൽപ്പിച്ച ദൂതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദം, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ യേശുവിന്റെ രണ്ടാമത്തെ വരവിനായി നീ ഒരുങ്ങിക്കാത്തു നിൽക്കുന്ന ദൈവ പൈതലെങ്കിൽ ഇനിയും കിടന്ന് താകർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാതെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഏത് വിഷയത്തെയും ശാസിച്ച് അതിന്റെ മേൽ ജയം എടുത്തിരിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പക്ഷെ പറയാൻ പാടില്ല. നിന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത ശക്തിയെ നീ ഇന്ന് രാത്രി കീറിക്കളയണം. അമ്മയോട് സ്തോത്രം. ആരാധിക്കാൻ പറ്റുന്നില്ല പാസ്റ്റേ, ഒരിക്കലും പറയരുത്. നീ രക്ഷിക്കപ്പെട്ടവനല്ലേ, നിന്റെ അകത്തിരിക്കുന്നവൻ സിംഹഗർജനമുള്ള യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ ശക്തിയല്ലേ, നിനക്കത് പറയാൻ നാണക്കേടില്ലേ? പറ, യേശുവിന്റെ നാമത്തിൽ എന്നെ ആരാധിപ്പാൻ അനുവദിക്കാതെ എന്റെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരത്തെ ബന്ധിച്ചിരിക്കുന്ന ഈ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ശിംശോൻ ആത്മാവിൽ കുടഞ്ഞതുപോലെ രക്തത്താൽ ജയം. യെസ്, യേശുവിന്റെ നാമത്തിൽ നീ വിടുതൽ ഏറ്റെടുക്കപ്പെടണം. 1-2 പദപ്രയോഗങ്ങളിലേക്ക് വരാം. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാമത്തെ വേദഭാഗം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട് ശ്രദ്ധിക്കണം. ഈ പദങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ വിടുവിക്കണം എന്ന് പറയരുത്. അങ്ങനെ ആ ഒരു നിലവാരത്തിൽ നമ്മൾ ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിടുതൽ അവകാശമാക്കുന്നു എന്ന് പറഞ്ഞു നോക്ക്. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ! ശക്തിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ! കർത്താവിന്റെ പുണ്യനാമത്തിന് സ്തോത്രം. പൗലോസ് ചെയ്യുന്ന രീതിയോട് ചേർന്നുള്ള ചില വെളിപ്പാടിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. ഞാൻ വിശദീകരിക്കുന്നില്ല, പദങ്ങൾ മാത്രം പറഞ്ഞു വിടുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാമത്തെ വേദഭാഗം. പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുന്നു. നോക്കിക്ക്, അവന്റെ മുന്നിൽ നിൽക്കുന്ന പടക്കൂട്ടത്തിന് നേരെ ദാവീദ് പറയുന്നു, എനിക്ക് ഇഷ്ടം പോലെ സൈന്യങ്ങളുണ്ട്, രഥങ്ങളും കുതിരച്ചേവറുകളൊക്കെ ഒത്തിരിയുണ്ട്. പക്ഷേ ദാവീദ് പറയുന്നത് എന്തുവാ? ഇല്ല, എന്റെ ദൈവത്താൽ ഞാൻ മതിലുകളെ ചാടിക്കടക്കും. സ്തോത്രം പറ. ഹല്ലേലൂയ! സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രി പെട്ടെന്ന് നമ്മൾ ഈ ഭാഗത്തിലേക്ക് ഒന്ന് വന്നിട്ട് ഈ പദങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നമ്മളൊന്ന് പ്രയോഗിക്കും. ഇന്നിവിടെ ഒത്തിരി കെട്ടുകൾ പൊട്ടും. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. 2 ശമൂവേൽ 22:30. ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞ് ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിലുകൾ ചാടിക്കടക്കും. പുറപ്പാട് പുസ്തകം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ദൈവം മോശയോട് പറയുന്നത്, മോശെ നിന്റെ കയ്യിൽ എന്തിരിക്കുന്നു? മോശ പറയുന്നു, എന്റെ കയ്യിൽ വടിയിരിക്കുന്നു. ദൈവം മോശയോട് പറയുന്നു, നിന്റെ വടിയെടുത്ത് ചെങ്കടന്റെ മേൽ നീട്ടുക എന്ന് പറയുന്നു. ഇവിടെ 2 മർമ്മങ്ങളുണ്ട്. ഒന്ന്, ദൈവമല്ലേ അവിടെ അത്ഭുതം ചെയ്യുന്നത്? എന്നാ പിന്നെ മോശയോട് വടി നീട്ടാൻ ദൈവം എന്തിനാ പറഞ്ഞേ? ഇവിടെയാണ് എന്റെ മർമ്മം തിരിയുന്നത്. ശ്രദ്ധിക്കണം. ദൈവം അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചെങ്കടൽ മാറുക എന്നൊക്കെ പറഞ്ഞാൽ പോരെ? എന്തിന് പറയേണ്ട പോലും ഇല്ലല്ലോ, തമ്പുരാൻ നോക്കിയാ പോരെ, ചെങ്കടൽ മാറുമല്ലോ. പക്ഷേ അവിടെ ചെയ്യുന്നത് മോശയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നു. മോശ വടി നീട്ടാത്തിടത്തോളം കാലം ദൈവപ്രവൃത്തി ഇല്ലെന്ന് സത്യം. യെസ്, രക്തത്താൽ ജയം. നിന്റെ ജീവിതത്തിലെ കെട്ട് പൊട്ടണമോ? നിന്റെ കയ്യിൽ നിന്ന് ഉയർന്നു വരണം. ഹല്ലേലൂയ! ഹല്ലേലൂയ! 1, വടിയെടുത്ത് നീട്ടുക. 2, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചതാണ്. അവർ പെട്ടകം എടുത്ത് യോർദാനെ ചവിട്ടി. ഞാൻ ചോദിക്കട്ടെ, ഇത് അവർ ചെയ്യാതെ തന്നെ തമ്പുരാനെ ചെയ്തുകൂടായിരുന്നോ? ദൈവം എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ? ഇല്ല. പെട്ടകം നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നീ അത് ചെയ്യണം. ഹല്ലേലൂയ! കാലുവരി നിനക്ക് വേണ്ടി മരിച്ച് പിശാചിന്റെ മേൽ പൂർണ്ണ
അധികാരം നിനക്ക് തന്നത് നീ ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന് സ്തോത്രം പറ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Praise the Lord. ദൈവിക മണ്ഡലത്തിന്റെ അതേ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ പാരമ്പര്യത്തിന്റെ മണ്ഡലത്തിൽ കിടന്ന നിന്നെ കൃപയുടെ ആഴത്തിനകത്ത് കൊണ്ടുവന്നത് നീ അത് ചെയ്യാൻ വേണ്ടിയാണ്. രക്തത്താൽ ജയം, നീ അത് ചെയ്യണം. പെട്ടകം നീ ചുമക്കുമിടത്തോളം കാലം യേശുവേ ദൈവമേ പ്രവർത്തിക്ക് എന്നല്ല നീ പറയേണ്ടത്. പെട്ടകം എടുത്തു നീ ചവിട്ടണം. സ്തോത്രം പറ. രക്തത്താൽ ജയം. സ്തോത്രം. തകർന്നു പൊളിഞ്ഞു കിടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ നന്മയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന പോരിനെ ഇന്ന് പകൽക്കാലം ചിന്തിച്ചതുപോലെ നിന്റെ ഉള്ളം കാലിനകത്താണ് അഭിഷേകം കിടക്കുന്നത്. നീ ചവിട്ട്. യേശുവിന്റെ നാമത്തിൽ കെട്ടവിടെ അഴിയട്ടെ. നന്ദിയോടെ സ്തോത്രം. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ മർമ്മം ചവിട്ടുക. നീ ചവിട്ടാപ്പെടത്തോളം കാലം മരണയോർത്താൽ നിന്റെ മുന്നിൽ വഴി മാറുകയില്ല. സ്തോത്രം ചെയ്യേ. 3 യോശുവ 14:12. 3 യോശുവ 14:12. പെട്ടെന്ന് അവിടെ വായിക്കുന്നു. യോശുവ അങ്ങനെ ജനം യോർദാനക്കരെ കടപ്പാൻ. യോശുവ അതിന്റെ 14:12 വേദഭാഗം. യോശുവ 14:12. ആ മല എനിക്ക് തരിക. ആമേൻ. ഉറപ്പുള്ള പട്ടണങ്ങളും അനോക്യ മല്ലന്മാർ അവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. പിതാക്കന്മാരോട് ദൈവം ആമേൻ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ തുടങ്ങിയ പിതാക്കന്മാരിലൂടെ, യോസഫ് തുടങ്ങിയ പിതാക്കന്മാരിലൂടെ ദൈവം കൽപ്പിച്ച, വാഗ്ദത്തം ചെയ്ത, പ്രവചിച്ച ആ മല എനിക്ക് തരിക. 85 വയസ്സ് എനിക്കുണ്ട്. നരച്ച മുടിയായി. പല്ലുകളെല്ലാം പൊഴിഞ്ഞു. അസ്ഥികൾ പുറത്ത് കാണാം. പക്ഷേ മോശ എന്നെ അന്ന് അയച്ച കാലത്തിൽ അഭിഷേകവും ദൈവകൃപയും 85-ാമത്തെ വയസ്സിൽ എന്റെ മേലുണ്ട്. അതുകൊണ്ട് ആ മല എനിക്ക് തരിക. അനാക്യ മല്ലന്മാർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ ഉറപ്പുള്ളതൊന്നും ഞാൻ അറിയുന്നു. യഹോവ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഓട്ടിച്ചു കളയും. യേശുവിന്റെ രക്തത്താൽ ആരൊട്ടിച്ചു കളയും? ഞാൻ ഒട്ടിച്ചു കളയും. എത്ര പേർക്ക് പറയാൻ കഴിയും? നിന്റെ വാഗ്ദത്തത്തിനകത്തിരിക്കുന്ന കൂട്ടിയിരിപ്പരെ ഉറക്കെ പറ, ഞാൻ ഒട്ടിച്ചു കളയും. ഉറക്കെ ശക്തിയോട് പറ, ഞാൻ ഒട്ടിച്ചു കളയും. ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 49-ാമത്തെ വേദഭാഗത്തിൽ അവിടെ വായിക്കുന്നു. വെല്ലുവിളിച്ച് നിൽക്കുന്ന ഗോലിയാത്തിനെ തമ്മിൽ നോക്കിയാൽ മതി, അവൻ കരിഞ്ഞു പോകും. പക്ഷേ അവിടെ അതല്ല. അഭിഷേകം ചെയ്തു ഒരുവനെ ഏലാ താഴ് വരെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ചെയ്യണം. അവന്റെ മേൽ അഭിഷേകമുണ്ട്. അവിടെ ഒരു പദം ഇങ്ങനെ വിവരിക്കുന്നത് 5 കല്ലുകൾ അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് പാരമ്പര്യം പറയാൻ വേണ്ടിയല്ല. പിന്നെ ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേൽ കൊടുത്തിരിക്കുന്നതും തോട്ടിലോട്ട് ഇറക്കി വിട്ടതും 5 കല്ലുകൾ അവന്റെ കയ്യിൽ കൊടുത്തത് എന്തിനാ? ഇസ്രായേൽ മക്കളോട് വെല്ലുവിളിക്കുന്ന ഏത് ശക്തിയെ ഈ എറിഞ്ഞു തള്ളിയിടാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ അവിടെ എന്തോ ചെയ്തു? അവൻ ഓടിക്കൊണ്ടിരിക്കവേ, അവൻ ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കവേ, അവൻ കവണയിൽ കൈയിട്ട് 5 കല്ലിൽ നിന്ന് ഒരു കല്ലെടുത്ത് അവൻ കവണയിൽ വെച്ച് ഗോലിയാത്തിനെ എറിഞ്ഞപ്പോഴാണ് ഗോലിയാത്ത് വീണത്. എന്താ സ്വതന്ത്രം പറയാത്ത? നമ്മൾ എന്നാ ചെയ്യുന്ന? ഗോലിയാത്തിനെ കൊല്ലപ്പ, ഇടിവെട്ടിക്കപ്പ, കെട്ട് അടിയട്ടപ്പ, അവന്റെ കച്ചവടം ഒതുങ്ങട്ടപ്പ, തല്ലുമെച്ചുണ്ടായി പറയുന്നത്. അതുകൊണ്ട് എന്താ പറ്റി? ക്രിസ്ത്യാനിയുടെ ബന്ധനം ഒരു കാലത്ത് കഴിയുക. ഇന്ന് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണം. നാളത്തെ ഞായറാഴ്ച സാക്ഷിക്ക് സമയം കിട്ടിയാ പറയണം, എന്റെ കെട്ടുകളെല്ലാം പൊട്ടി. സ്തോത്രം, സ്തോത്രം. അല്ലാതെ കഴിഞ്ഞ ഞായറാഴ്ച ഇടതുഭാഗത്തായിരുന്നു വേദന, ഈ ഞായറാഴ്ച എനിക്ക് വലതുഭാഗത്ത് വന്നു. നാണം കെട്ട സാക്ഷി പറയരുത്. നാണക്കേടാണ്. തറവാടിന് നാണക്കേടാണ്. പുതിയ വിശ്വാസികൾ പിന്നെ പള്ളിക്കകത്ത് കയറൂല. കാരണം അവർ 2 ഭാഗത്തും വേദനയോടെ വന്നിരിക്കുകയാണ്. ഇത് കേട്ടാ പിന്നെ പള്ളിയിലോട്ട് കയറത്തില്ല. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നീ എറിയണം. ഇന്ന് നമ്മൾ എറിയും. എനിക്ക് നേരെ ചില ശക്തിക്ക് നിപ്പുണ്ട്. ഇന്ന് എറിയും. കല്ലെടുക്കാനൊന്നും പോണ്ട. ഞാൻ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ശാസിച്ചവനെ ഒതുക്കും. നീ അത് പറയങ്ങോട്ട്. രക്തത്താൽ ജയം. നീ എറിയാത്തിടത്തോളം കാലം അവൻ ഇസ്രായേലിൽ വാഴും. നീ കല്ലെടുക്കാത്തിടത്തോളം കാലം അവൻ വെല്ലുവിളിച്ച് തന്നെ നിൽക്കും. നീ കല്ലെടുത്തവനെ എറിഞ്ഞ് നീ എറി, ബാക്കി ദൈവം ചെയ്യും. നീ വടിയെടുത്ത് നീട്ട്, ബാക്കി ദൈവം ചെയ്യും. നീ പെട്ടകമെടുത്ത് ചവിട്ട്, ബാക്കി എന്റെ ദൈവം ചെയ്യും. നീ ഓട്ടിക്കുമെന്ന് പറ, ബാക്കി എന്റെ ദൈവം ചെയ്തോളും. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അവസാനത്തെ ഭാഗം അപ്പോസ്തലപ്രവൃത്തി 28:5 വാക്യം. അവനോ ആ ജന്തുവിനെ കുടഞ്ഞു കളഞ്ഞു. 1 നീട്ടുക, 2
ചവിട്ടുക, 3 ഓട്ടിക്കുക, 4 എറിയുക, 5 കുടഞ്ഞു കളയുക. എത്ര പേർക്ക് ഇതിൽ താല്പര്യമുണ്ടെന്ന് കുടയാനും ചവിട്ടാനും? പ്ലീസ് ഒരുമിച്ച് എഴുന്നേൽക്കാം. നിന്റെ മുന്നിൽ ചെങ്കടലാണ് നിൽക്കുന്നെങ്കിൽ നീ വടി നിന്റെ കൈ നീട്ടുക. നിന്റെ മുന്നിൽ മരണയോർദാനാണ് നിൽക്കുന്നെങ്കിൽ നീ ചവിട്ടുക. നിന്റെ വാഗ്ദത്ത ബിസിനസിന്റെ മേൽ കുടിയിരുപ്പുകളാണ് നിൽക്കുന്നെങ്കിൽ ഓട്ടിക്കാൻ തയ്യാറാകുക. നിന്റെ മുന്നിൽ വർഷങ്ങളാണ് വെല്ലുവിളിയാണ് നിൽക്കുന്നെങ്കിൽ ആത്മമണ്ഡലത്തിൽ കയറി ശാസിച്ച് എറിയാൻ തയ്യാറാകണം. ഏറിയ വർഷങ്ങൾ കൊണ്ട് നിന്റെ കുടുംബത്തിൽ, നിന്റെ ശരീരത്തിൽ കടിച്ചു കിടക്കുന്ന നീതിദേവിയെങ്കിൽ, ദുഷ്ടപിശാചെങ്കിൽ, ദുഷ്ടജന്തുവെങ്കിൽ നീ അതിനെ കൊടയാൻ തയ്യാറാകണം. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് വിടുതൽ മടക്കും. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ എവിടെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നുവോ അതിന്റെ വിടുതൽ അവിടെ സംഭവിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയം. യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ ജയം. ഓക്കെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശക്തിയോടെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ശക്തിയായി മുന്നോട്ട്, ശക്തിയായിട്ട് ആരാധിച്ച് ആരെയും മുന്നോട്ട് വിളിക്കുന്നില്ല. സമയം മുന്നോട്ട് നീങ്ങി. വിലപ്പെട്ട ശുശ്രൂഷ ഇനി ചെയ്യാനുള്ളത് കൊണ്ട് മുന്നോട്ട് ആരെയും വിളിക്കുന്നില്ല. ഇതിനകത്ത് പല കെടുതികളും അഴിയാൻ പോകുന്നു. ജീവനിലേക്ക് നീ പ്രവേശിക്കും. നിന്റെ ജീവിതത്തിൽ, നിന്റെ നന്മയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കിടക്കുന്ന സകല ബന്ധനങ്ങളും, സകല പോരുകളും, സകല കെട്ടുകളും, സകല ശാപങ്ങളും ഇന്ന് രാത്രി മുതൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച് ആത്മശക്തിയോടെ കുടയുക, എറിയുക, ചവിട്ടുക, ഓട്ടിക്കുക, നീട്ടുക, കൈ നീട്ടുക. ഹോറബശാന്തന ആത്മശക്തിയോടെ ശാസിക്കുക, എറിയുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നമുക്ക് പരാജയത്തിന്റെ രാത്രിയല്ല. ഈ രാത്രി വിജയത്തിന്റെ രാത്രി, വിടുതലിന്റെ രാത്രി, ജയത്തിന്റെ രാത്രി. വിശ്വസിക്കപ്പെടുക. ഇന്ന് രാത്രി മുതൽ ഒരു പുതിയ അധ്യായം അടക്കും. ഇന്ന് രാത്രി മുതൽ ഒരു വിടുതലും അടക്കും. ഇന്ന് രാത്രി മുതൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ശക്തിയോടെ ഉറക്കെ യെസ്. ഇവനകത്ത് വിടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുറകിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ഏറ്റവും പുറകിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ഏറ്റവും പുറകിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ആ നടുഭാഗത്ത് വലിയ ഒഴുക്ക് വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ നടുഭാഗത്ത് ഒഴുക്ക് വ്യാപരിക്കുന്നു. ആ നടുഭാഗത്ത് ദൈവകൃപയുടെ ഒഴുക്ക് അഭിശക്തിയോടെ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഓക്കെ, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു വെളിപ്പാട് പറയാം. ദൈവം നിങ്ങൾക്കൊരു പ്രമോഷൻ തരുന്നു. എന്തോ പ്രമോഷൻ? ചെങ്കടലിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ഒരു യാത്ര നീട്ടിയവർക്ക് ഇന്ന് രാത്രി സംഭവിക്കും. രണ്ടാമത്തെ പ്രമോഷൻ, നീ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ മരണദൂതനെ, മരണ യോദ്ധാന്റെ മേൽ മറുകരയിൽ നീ കയറിയിരിക്കും. Yes, hallelujah. രക്തത്താൽ ജയം. നീ ഓട്ടിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ നിൽക്കുന്ന കുടിയിരിപ്പ് അഴിഞ്ഞു മാറി അടുത്ത വക്തത്തെ നീ വെട്ടിപ്പിടിക്കുവാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. 2, ഇന്നലെയുടെ മാണമെന്നെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ നീ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശീർവാദം കഴിഞ്ഞ് നീ പോകുന്നത് ഗോലിയാത്തിന്റെ തലയുമായിട്ടാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. ഇന്നലെയുടെ മാളുകൾ നിന്നോട് വെല്ലുവിളിച്ച അന്ധകാര ശക്തിയുടെ ആധിപത്യത്തിന്റെ അതിശക്തമായ വിടുതലുമായി ഇന്ന് രാത്രി ദൈവം എന്നെ മടക്കി അയക്കുന്നു. തീർന്നില്ല. ഇന്ന് രാത്രി നീ കുടയുന്നുവെങ്കിൽ ജീവനിലേക്ക്, നീ കൃപയിലേക്ക്, നീ വിടുതലിലേക്ക്, ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ ആത്മ നിറവിലേക്ക്, ഒരു പുതിയ മണ്ഡലത്തിലേക്ക്
ഒരുമിച്ച് കൈയടിക്കാൻ ശക്തിയോട് Oh Jesus. Hallelujah. 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 സ്വോത്ര കാഴ്ച എടുക്കാൻ പോവുകയാണ്. സ്വോത്ര കാഴ്ച കൂടെ കയ്യിലെടുത്തോണം. സ്വോത്ര കാഴ്ച കയ്യിലെടുത്തുകൊള്ളണം. പാട്ട് പാടുമ്പോൾ സമയത്ത് ആരാധന വെളിപ്പെടുമ്പോൾ സ്വോത്ര കാഴ്ച കൂടെ എടുത്തുകൊള്ളണം. തുല്യനായ